മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനെ കുറിച്ച് സംസാരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹിലെ ബാബു ഹലാവത്തിൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം കൊണ്ടുവരുന്നുണ്ട്. ഈമാനിൻ്റെ മാധുര്യത്തെക്കുറിച്ച് പറയുന്ന പാഠം എന്നാണ് അതിൻ്റെ അർത്ഥം. ബാബു ഹലാവത്തിൽ ഈമാൻ. അതിൽ ധാരാളം ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ഹദീസാണ് സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഹദീസ്. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവൻ ഈമാൻ്റെ മധുരത്തെ അനുഭവിക്കും. 1, മൻ കാനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവും അവൻ്റെ റസൂലുമായി തീരുക. 2, അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. 3, അൻ യക്റഹ അൻ യുഈദ ഫിൽ കുഫ്രി. കുഫ്രിയത്തിലേക്ക് മടങ്ങുന്നതിനെ ഒരാൾക്ക് വെറുപ്പായി തോന്നുക. കമാ യുഖ്ദഫ ഫിന്നാർ. തീയിലേക്ക് ചാടുന്നത് പോലെ. ഈ 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ ഈമാൻ്റെ രസം ഉണ്ടായിരിക്കുമെന്നതാണ്. സത്യത്തിൽ ഈമാൻ വളരെയധികം രസകരമായ ഒരു കാര്യമാണ്. അനുഭവിച്ചവർക്ക്. അനുഭവിക്കാത്തവർക്ക് അത് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. 2 തരം മുസ്ലിങ്ങളുണ്ട്. ഒന്ന് ആദി മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുണ്ട്, ഒന്ന് ഓതി മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുണ്ട്. ഈ ഇരിക്കണ നമ്മളിൽ 99% ആദ്യ മുസ്ലിങ്ങളാണ്. അപൂർവമായി ആരെങ്കിലുമൊക്കെ ഓതി മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് 99% ആക്കിയത്. അല്ലെങ്കിൽ 100 ശരിക്കും പറയേണ്ടത്. എൻ്റെ വാപ്പ മുസ്ലിമാണ്, അതുകൊണ്ട് ഞാനും മുസ്ലിമാണ്. വല്ലിപ്പ മുസ്ലിമാണ്, അതുകൊണ്ട് ഞാനും മുസ്ലിമാണ്. ഇതാണ് ആദ്യ മുസ്ലിം. ഇങ്ങനെ എല്ലാ സാധനവും ഉണ്ടാവും. ആദ്യ മൂല്യരുണ്ട്, ഓദ്യ മൂല്യരും ഉണ്ട്. വാപ്പ മൂല്യരാണ്, അതുകൊണ്ട് ഓനിയനും മൂല്യരാണ്. ആദ്യ മൊല്ലാക്കിയുണ്ട്, ഓദ്യ മൊല്ലാക്കിയുണ്ട്. വാപ്പ വള്ളിക്കത്തെ മൊല്ലാക്കിയിരുന്നു. മൊല്ലാക്ക മരിച്ചപ്പോൾ പിന്നെ മകന് ആ സ്ഥാനം കൊടുത്തു. അപ്പോൾ ആദ്യ മൊല്ലാക്കയാണ്, ഓതിറ്റൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ പല വിഷയത്തിലും ആദ്യകളാണ്, ഓദ്യകളല്ല. അതേമാതിരി നമ്മളെ ഇസ്ലാം ദീനും ആദ്യ മുസ്ലിമാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നമ്മൾ ഇസ്ലാമിലേക്ക് വന്നതല്ല. എന്നാലോ അള്ളാഹു തആല നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയൊരു നിഅമത്ത് നമ്മൾ ആദ്യ മുസ്ലിങ്ങളായി എന്നുള്ളതാണ്. പഠിച്ചിട്ടൊരാൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ എത്രമാത്രം കടമ്പ കിടക്കാണ്ടെന്നറിയോ? ഒരുപാട് പേപ്പർ ശരിയാക്കാണ്ട്, ഒരുപാട് പ്രശ്നമാണ്. ഇനി അങ്ങനെ ആയാൽ തന്നെ ഓന് ജീവിക്കാൻ വല്ല സുഖം ഉണ്ടാവും? അതൊട്ടുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയൊരു നിഅമത്ത് നമ്മൾ ജന്മനാ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന വലിയൊരു നിഅമത്താണ്. ഇതിനെയാണ് ആദ്യ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ആദ്യ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാം ദീനിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ തീരെ ആലോചിച്ചിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് അള്ളാനെ പഠിപ്പിച്ചെന്നത് ഉമ്മയാണ്. നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചെന്നത് വാപ്പയാണ്. അതുകൊണ്ട് തന്നെ നമ്മളാരും പഠിച്ചിട്ടുണ്ടാവില്ല. ഉമ്മ പഠിപ്പിക്കണം, വാപ്പ പഠിപ്പിക്കണം, നമ്മളങ്ങനെ പഠിക്കലൊന്നുമില്ല. തന്നെ സംഗതി. അപ്പോൾ മുസ്ലിങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് ആദ്യ മുസ്ലിങ്ങളുണ്ട്, മറ്റൊന്ന് ഓദ്യ മുസ്ലിങ്ങളുണ്ട്. നമ്മളെല്ലാവരും ആദ്യ മുസ്ലിങ്ങളാണ്. അത് വലിയൊരു നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതെന്താ പറയാൻ കാരണം? ഈമാൻ്റെ മാധുര്യം കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. 3 കാര്യം ഉണ്ടായാൽ ഈമാൻ്റെ മാധുര്യം ലഭിക്കുമെന്നാണ്. അതിലൊന്ന് അൻ യകൂന അല്ലാഹു റസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് ചോദിച്ചു. നബി തങ്ങളോട് ആകെ 3 തവണയാണ് ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് ചോദിച്ചിട്ടുള്ളത് എന്നാണ്. ഒന്നൊരിക്കൽ മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മനുഷ്യരൂപത്തിൽ
യാത്രക്കാരൻ്റെ അടയാളങ്ങളൊന്നും കാണാതെ പരിചയമില്ലാത്ത ആളെ രൂപത്തിൽ വന്ന് കാലിൻ്റെ മുട്ടോട് മുട്ടിങ്ങനെ ചേർത്ത് വച്ചിരുന്നു കൊണ്ട് ആദ്യം ഇസ്ലാം ദീനിനെ കുറിച്ച് ചോദിച്ചു, പിന്നെ ഈമാനിനെ കുറിച്ചു, പിന്നെ ഇഹ്സാനിനെ കുറിച്ച് ചോദിച്ചു. 3 ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തപ്പോൾ 4-മത്തൊരു ചോദ്യം ചോദിച്ചു, മതസ എന്നേക്കാരം ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ട ആള് ചോദിച്ച ആളേക്കാൾ വിവരമുള്ള ആളല്ല എന്ന് പറഞ്ഞു. അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, നമുക്ക് രണ്ടാൾക്കും അത് അറിയില്ല എന്നും അർത്ഥമുണ്ട്. വേറൊന്ന്, നമുക്ക് രണ്ടാൾക്കേ അത് അറിയുള്ളൂ എന്ന് അർത്ഥമുണ്ട്. ചോദിച്ച ആളും ചോദിക്കപ്പെട്ട ആളും ആ വിഷയത്തിൽ അറിവിൽ ഒരേ മാതിരിയാണെന്ന് പറഞ്ഞാൽ 2 അർത്ഥം ഉണ്ടല്ലോ. നമുക്ക് രണ്ടാൾക്കും അത് അറിയില്ല എന്നൊരർത്ഥം വെക്കാൻ പറ്റും. വേറൊന്നുണ്ട്, നമുക്ക് രണ്ടാൾക്കും മാത്രമേ അത് അറിയുള്ളൂ, ഇവരെ ഇടയിൽ കള്ളി പൊളിക്കണ്ട എന്നൊരർത്ഥം അതിനുണ്ട്. മുത്തുനബിനെ സംബന്ധിച്ച് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 2-മത്തെ അർത്ഥമാണ് ഏറ്റവും ഫിറ്റാകുക. നമുക്ക് 2 പേർക്കുമാണ് എന്നാണ് ഖിയാമത്ത് നാൾ എന്നറിയുക. അതുകൊണ്ട് അമ്മാതിരി ചോദ്യമൊന്നും ചോദിക്കണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നാ ഞാൻ പോവുകയാണ് പറഞ്ഞാണ്ട് അസ്സലാമു അലൈക്കും എന്നാണ്ട് പോയി. പിന്നെ ചോദിക്കാൻ നിന്നില്ല എന്നുള്ളതാണ്. പോയതിനു ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരെപ്പാ വന്നീന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. പിന്നൊരിക്കൽ വേറൊരു സഹാബി ചോദിച്ചു, മലമ്പ്രദേശത്ത് താമസിക്കുന്ന എപ്പോഴും സദസ്സിൽ വരാറില്ലാത്ത ഒരു സഹാബി ഒരിക്കൽ വന്നു. നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്നാണ് ഖിയാമത്ത് നാള്? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, അമാഅദത്തലഹാ, ഡേറ്റ് എന്നായാലും അതിൻ്റെ ഒരുക്കം നിന്റെ അടുക്കൽ എന്താണുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുക്കലുള്ള ഒരുക്കം അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരോടൊപ്പമായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വലിയൊരു പ്രതീക്ഷയുള്ള വർത്താനാണത്. നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും. മുസ്തഫായ നബി തങ്ങളെ ഒരാൾ സ്നേഹിച്ചാൽ നബി തങ്ങളോടൊപ്പമായിരിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൻ്റെ വാതിലുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന് 8 വാതിലുണ്ട്. ബാബുസ്സലാമുണ്ട്, ബാബുൽ ജിഹാദുണ്ട്, റയ്യാനുണ്ട്, ബാബുൽ ലുഹായുണ്ട്. അങ്ങനെ സ്വർഗത്തിൻ്റെ വാതിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നബിയെ, ഈ 8 വാതിലും കൂടി ആർക്കെങ്കിലും തുറന്നു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു, ആ തുറക്കുമെന്ന് പറഞ്ഞു. ആർക്കാ ചോദിച്ചു? ഇങ്ങക്ക് തന്നെയാണ് പറഞ്ഞു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരോടൊപ്പമായിരിക്കും എന്നുള്ളത് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു വർത്താനാണ്. എന്താ ജീവിതത്തിൽ ഒന്നും ചെയ്യാത്ത ആൾ റബീഉൽ അവ്വൽ 12-ന് മാത്രം ഉഷാറായിട്ട് കാര്യമെന്ന് ചിലർ ചോദിക്കും. അൻത മഅമൻ അഹ്ബബ്ത, അതാണ് അതിൻ്റെ ഉത്തരം. നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ അവരോടൊപ്പമായിരിക്കും എന്നതാണ് ഉത്തരം. അതുകൊണ്ട് ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് ചോദിച്ച ആളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടിയാണ് അൻത മഅമൻ അഹ്ബബ്ത എന്ന മറുപടി. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപൂർവം ആളുകളാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കുന്നതാണ്. ഈമാൻ്റെ രസം കിട്ടാൻ ആദ്യം വേണ്ടത് അള്ളാഹുവിനോടുള്ള സ്നേഹം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ഇതിൽ ഏതാ ആദ്യം ഉണ്ടാവുക എന്നുള്ളതിന് ഉത്തരമില്ല. പരസ്പര ബന്ധിതാണ്. നബി തങ്ങളോട് സ്നേഹമുണ്ടോ അള്ളാഹിനോടുണ്ടാവും, അള്ളാഹിനോടുണ്ടോ പുണ്യനബിനോടുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ പിന്തുടർന്നു കൊള്ളുക എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞെങ്കിൽ അള്ള പറഞ്ഞ മാതിരി നടന്നോളി എന്നല്ല. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ മാതിരി ആയിക്കോളീൻ. ലോകത്ത് അങ്ങനെ ഒരു ധൈര്യമുള്ള മനുഷ്യൻ ഉണ്ടാവില്ല എന്നാണ്. ഒരു വാപ്പാക്ക് മകനോട് വരെ മോനെ എൻ്റെ മാതിരി കൊച്ചു സ്വർഗത്ത് പോകുമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല എന്നാണ്. ആർക്കും അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവില്ല, എൻ്റെ മാതിരി ആയിക്കോളീൻ. ഞാനൊക്കെ വേദറിയുമ്പോൾ എന്താ പറയുക വെച്ചാൽ, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, എൻ്റെ മാതിരി ആകരുത് എന്നാണ് പറയാം.
ഒരു മനുഷ്യന് മാത്രമാണ് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായത്, എൻ്റെ മാതിരി ആയിക്കോളി നിങ്ങൾ കഴിച്ചിലാകുമെന്ന് പറയാൻ. അത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൻ എന്നെ പിന്തുടരുകയാണ് വേണ്ടത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്നിനോട് ഒന്ന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അള്ളാഹിനോട് ഇഷ്ടമുണ്ടെങ്കിൽ മുത്തുനബിനോടും ഉണ്ടാവും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമുണ്ടായാൽ അള്ളാഹിനോടുണ്ടാവും. ഇതിൽ ഏതാണ് ആദ്യം വരിക എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനോട് ഇഷ്ടം വന്നിട്ട് നബിതങ്ങളോട് ഇഷ്ടം വരൽ അപൂർവം ആളുകൾക്കാണ് ഉണ്ടാകുക. നബിതങ്ങളോട് ഇഷ്ടം വന്നിട്ട് അള്ളാഹുവിനോട് ഇഷ്ടം വരലാണ് ഭൂരിപക്ഷ ആൾക്കാർക്കും ഉണ്ടാകുക. മറ്റത് വളരെ അപൂർവമായ ആളുകൾക്കാണ്. കമലാസുരയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ അള്ളാഹുവിനെ ആദ്യമായി മനസ്സിലാക്കുകയും അങ്ങനെ ഒരു പ്രത്യേകമായ പ്രകാശം കാണുകയും അള്ളാഹുവിനോട് സ്നേഹം തോന്നുകയും ഇസ്ലാമിലേക്ക് വരികയുമാണ് ചെയ്തത്. അപൂർവ ആൾക്കാർക്കാണ് അങ്ങനെ ഉണ്ടാകുക. ഭൂരിപക്ഷ ആൾക്കാർക്കും മുത്തുനബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടം തോന്നിയതിനാൽ അള്ളാഹുവിനോട് ഇഷ്ടം തോന്നലാണ് ഉണ്ടാകുക. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും, നബിതങ്ങളോടുള്ള ഇഷ്ടം കൂടിയതാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന് ഉണ്ടായത്. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈമാന്റെ രസം കിട്ടണമെങ്കിൽ ഇത് വേണമെന്നാണ്. രസത്തോടുകൂടെ ഈമാനിനെ അനുഷ്ഠിക്കാൻ വേണ്ടി പറ്റുക. ഈമാനി ഉദ്ഘാടനത്തിലെ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈദിയ ഹദീസ് ഉദ്ധരിച്ചു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഈമാൻ, ഈമാന്റെ രുചിയെ ആസ്വദിക്കും. മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെടുന്നവൻ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതും അല്ലാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതും രണ്ടാണ്. അതായത് ഇഷ്ടപ്പെടൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അംഗീകരിച്ച് ഇഷ്ടപ്പെടലുണ്ട്, മറ്റൊന്ന് കഷ്ടപ്പെട്ട് അംഗീകരിക്കലുണ്ട്. രണ്ട് തരത്തിലുണ്ട്. 3 സെന്റ് സ്ഥലമുണ്ട്, തറപ്പണി കയ്യും ചെയ്തിട്ടുണ്ട്, ജില്ലാ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനും ഉണ്ട്. എന്താപ്പ കാട്ടെ, നമ്മൾ മുസ്ലിമായി പോയില്ലേ എന്ന്. കഷ്ടപ്പെട്ടതാണ്, അല്ലാതെ ഇഷ്ടപ്പെട്ടതല്ല. നല്ല മഫ്തൊക്കെ ധരിച്ച് കോളേജിലേക്ക് സ്കൂളിലേക്ക് പോകുന്ന കുട്ടി അടുത്തിരിക്കുന്ന കുട്ടിനോട് പറയാണ്, എൻ്റെ ഉമ്മയും വാപ്പയൊക്കെ വലിയ റിലീജിയസ് ആണ്, ഓല് ഇങ്ങനല്ലാതെ പോരാൻ അയക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട് മഫ്ത ധരിച്ചതല്ല, കഷ്ടപ്പെട്ട് മരിച്ചതാണ്. ഒരു രസവും ഉണ്ടാവില്ല. ഇതാണ് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടുക. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി ഇഷ്ടപ്പെടുക. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയും റസൂലുമായി ഇഷ്ടപ്പെടുക. നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീതിമാനായിട്ട് ഇഷ്ടപ്പെട്ടാ പോരാ, അൽ അമീനായിട്ട് ഇഷ്ടപ്പെട്ടാ പോരാ. ഞാനൊരിക്കൽ നല്ല ഒരു കവിത പഠിച്ചു. സുകുമാർ കക്കാട് എഴുതിയ ഒരു കവിത. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്യങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിൽ ഇടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ സ്നേഹസങ്കീർത്തനമാക്കിയ നായക. അപ്പൊ എനിക്ക് മൂപ്പരൊന്ന് കാണണം തോന്നി. സ്വാഭാവികമാണല്ലോ, തോന്നുമല്ലോ. അങ്ങനെ കാണാൻ പോയിട്ട് ഇങ്ങനെ സംസാരിച്ച് കുറെ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ നബിതങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് കവിതകളൊക്കെ എഴുതാണ്ടായ കാരണം, ഈ കാലഘട്ടത്തിൽ നബിതങ്ങൾ വരികയാണെങ്കിൽ വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവാകും എന്ന അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം ആവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയും റസൂലുമാണ് എന്നതിൻ്റെ താഴേക്കുള്ള ഒരു വിശ്വാസം ഉണ്ടായാലും ആള് മുസ്ലിം ആവില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അമീനാൻ,
നല്ല കച്ചവടക്കാരനാണ്, നീതിമാനാണ്, വലിയ തത്വജ്ഞാനിയാണ്, വലിയ അറിയപ്പെട്ട ബിഷഗ്വരനാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല, നബിയും റസൂലുമാണ് എന്നെ പറയണം. അതിൻ്റെ താഴേക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മുസ്ലിം ആവൂല. അത് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല പറഞ്ഞു. എന്നാൽ ശരി ഞാൻ പോവുകയാണ് പറഞ്ഞു. പോകുമ്പോഴും ചായം കിട്ടി. അത് ലാഭം. എന്താ അതിൻ്റെ താഴത്തേക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലും നബിയുമാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന്, മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടാം. അള്ളാഹുവിനെ ഖാലിഖായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈമാന്റെ രസമൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിനെ മാലിക്കായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈമാന്റെ രസം ഉണ്ടാവില്ല. അള്ളാഹുവിനെ റാസിഖായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈമാന്റെ രസം ഉണ്ടാവില്ല. അള്ളാഹുവിനെ ഷാഫിയായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈമാന്റെ രസം ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നൂറായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈമാന്റെ രസം ഉണ്ടാവില്ല. റബ്ബായിട്ട് തന്നെ ഇഷ്ടപ്പെടണം. എന്താ റബ്ബായിട്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. റബ്ബ എന്ന വാക്കിന് മലയാളത്തിൽ പറയാവുന്ന ഏറ്റവും നല്ല അർത്ഥം പരിപാലിക്കുക എന്നതാണ്. പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിനെയും എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ തന്നെ നോക്കുന്നതിനാകുന്നു റബ്ബ് എന്ന് പറയാ. സാലിം ഫൈദിയെ എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ ഇവനെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നതിനാണ് റബ്ബ് എന്ന് പറയാ. അബ്ദുറഹ്മാനെ എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ അബ്ദുറഹ്മാനെ നോക്കുന്നുണ്ടെന്ന് അബ്ദുറഹ്മാന് തോന്നുന്നതിനാണ് റബ്ബ് എന്ന് പറയാ. 5 വക്തും തോർന്നിട്ട് എന്റെ പെരപ്പണി പൂർത്തിയാവാഞ്ഞത്? പൂർത്തിയാവാത്തത് കൊണ്ട്, പൂർത്തിയാവേണ്ടതില്ലാത്തത് കൊണ്ട് എന്ന് തോന്നുന്നതിനാണ് റബ്ബ് എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സംഭവം നല്ലോണം മനസ്സിലാക്കണം. റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കണ്ട മാതിരി നോക്കുക എന്നാണ്. അതായത് എനിക്കെപ്പോഴാണോ രോഗം വേണ്ടത് അപ്പോൾ എന്നെ രോഗിയാക്കുന്നു. എനിക്കെപ്പോഴാണോ ശിഫ വേണ്ടത് അപ്പോൾ എനിക്ക് ശിഫ നൽകുന്നു. അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. അതിന് വന്നാലേ ഇഷ്ടം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവുക. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നിഅമത്തുകളേക്കാൾ നിഖമത്തുകളെ ഓർക്കുന്നവരായിരിക്കും നമ്മൾ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തെന്ന നിഅമത്തിനല്ല നമുക്ക് അധികം ഓർമ്മ ഉണ്ടാകുക, അള്ളാഹു നമുക്ക് ചെയ്തിട്ടുള്ള പ്രയാസങ്ങളാണ് ഓർമ്മ ഉണ്ടാകുക. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായി എന്ന് വിചാരിക്കുക. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായാൽ നമ്മളിങ്ങനെ പല്ലുമങ്ങനെ കൈ വെച്ചിട്ട് പറയും എന്താ ഇപ്പൊ കാട്ട, പഠിച്ചവന്റെ വിധിയല്ലേ, എപ്പോ നോക്കിയാലും പല്ലുവേദന തന്നെ. അല്ലാ എന്തിനാ റബ്ബേ എന്നെ എങ്ങനെ അടങ്ങാറാക്കണതെന്ന് തോന്നും. പല്ലുവേദന ഉണ്ടായത് അരമണിക്കൂറാണ്. പല്ലുവേദനയില്ലാത്ത 23.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവില്ല. ആ 23.5 മണിക്കൂറിനെ ഓർക്കുന്നതിനാണ് ശുക്ർ എന്ന് പറയാ. അതാണ് റബ്ബ് എന്ന വിശ്വാസത്തിൽ വരുന്ന സാധനം. പിന്നെന്തിനാണ് അരമണിക്കൂർ പല്ലുവേദന തന്നത്? അരമണിക്കൂർ പല്ലുവേദന ആവശ്യമുള്ളതുകൊണ്ട് തന്നെ. അതാണ് റബ്ബ് പറഞ്ഞാല്. നോക്കേണ്ടതുപോലെ നോക്കലാണ് റുബൂബിയ്യത്ത്, എങ്ങനെങ്കിലും നോക്കലല്ല. നിങ്ങൾക്ക് മനസ്സിലാകണില്ലല്ലോ. ഒരു ഉറുമ്പിന്റെ വരി ഇങ്ങനെ വരുന്നുണ്ട്. 10,000 ഉറുമ്പുണ്ട് ആ വരിയിൽ എന്ന് വിചാരിക്കുക. ഓൽക്ക് 1/2 കിലോ അരി കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവരും ഒരിച്ചെടുത്തോളിന്ന്. അതല്ല റബ്ബ്. ഓരോ ഉറുമ്പിനും വേറെ വേറെ ഭക്ഷണം നൽകലാണ് റബ്ബ് പറഞ്ഞാല്. ഒന്നിച്ചൊറ്റ നോട്ടല്ലാന്ന്. കൈ വേറെ നോക്കുന്നു, കാലിനെ അല്ലാഹു തആല വേറെ നോക്കുന്നു, ഹൃദയത്തെ വേറെ നോക്കുന്നു, മനസ്സിനെ വേറെ നോക്കുന്നു, ബ്രെയിനിനെ വേറെ പരിപാലിക്കുന്നു. ഓരോന്നിനെയും നോക്കേണ്ടതുപോലെ നോക്കലാണ് റുബൂബിയ്യത്ത്. അതിൽ ഒരാൾക്ക് സംതൃപ്തി വരണം. അതിനാണ് റബ്ബായി ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല്. അതാണ് ഇഷ്ടപ്പെട്ടാലോ അവന് ഈമാന്റെ രസം എന്തായാലും കിട്ടും. അതില്ലാത്ത തന്നെയാണ് നമ്മളെ വലിയൊരു പ്രശ്നമായി. സൂഫിയാക്കളെ കുറിച്ചൊക്കെ എപ്പോഴും പറയലുണ്ട്, എന്തേലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ അല്ല ഇങ്ങനെ പറയും, പഠിച്ചോനെ ഞാൻ ഇങ്ങനെയാവലാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ പരമാവധി വന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് റബ്ബായി ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞത്. അതിന് നിഅമത്തുകളെ ഓർക്കാൻ കഴിയണം. നമുക്ക് നിഅമത്തിനെ അല്ല ഓർമ്മ വരുന്നത്, നമുക്ക് നിഖമത്താണ് ഓർമ്മ വരിക.
വണ്ടി വാങ്ങിയ ഡേറ്റ് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അതേസമയത്ത് വണ്ടി തട്ടിയ ഡേറ്റ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. വണ്ടി വാങ്ങിയത് നിഅമത്താണ്, വണ്ടി തട്ടിയത് നിഖമത്താണ്. ആ സ്ഥലം വരെ ഓർമ്മ ഉണ്ടാവും. വണ്ടി വാങ്ങിയത് എവിടുന്നാന്ന് ചോദിച്ചാൽ അതിപ്പോന്ന് ചോദിക്കേണ്ടി വരും. വണ്ടി തട്ടിയ വളവ് വരെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ആ വളവ് എന്നാണെന്ന് പറയും. നിഖമത്താണ് നമ്മൾ ഓർക്കുന്നത്, നിഅമത്തിനെ ഓർക്കുന്നില്ല. വാപ്പ മരിച്ച ഡേറ്റ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. വാപ്പ ജനിച്ച ഡേറ്റ് ആർക്കാ ഓർമ്മ ഉള്ളത്? ഞാനിത് പഠിച്ചതിന് ശേഷം എൻ്റെ വാപ്പാന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയെടുത്തിട്ടുണ്ട്. വാപ്പ ജനിച്ചതല്ലേ നിഅമത്ത്, എന്താ ഓർക്കാത്തത്? വാപ്പ മരിച്ച ഡേറ്റ് അല്ലേ നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉള്ളത്. നിഖമത്തിനെയാണ് നമ്മൾ ഓർക്കുന്നത്, നിഅമത്തിനല്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിലോട്ട് മനസ്സിലാവൂല്ല കേട്ടോ. ലവ്മാണല്ലോ കൂട്ടത്ത് പറയാം. നിങ്ങളെല്ലാവരും ഒരു യാനിബക്ക് ചെല്ലിട്ടൊന്ന് ഉഷാറായിട്ട് ഇരുന്നാൽ എനിക്ക് പറയാനൊരു സുഖം കിട്ടും. ചെല്ലല്ലേ? ഉഷാറായിട്ട് ചെല്ലണം കേട്ടോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാശയം, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടം തോന്നിയാൽ നിഅമത്തുകൾ ഓർമ്മ വരും. അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടമില്ലെങ്കിൽ നിഖമത്തിനെയാണ് ഓർമ്മ വരിക. നിഅമത്തിന്റെ ഓപ്പോസിറ്റാണ് നിഖമത്ത്. പ്രയാസങ്ങളാണ് ഓർമ്മ വരിക. നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഒക്കെ പ്രയാസക്കാരം. സന്തോഷകരമായ ഒരു കാര്യം നമുക്ക് അധികം ഓർമ്മ ഉണ്ടാവില്ല. നിഖമത്ത് ശരിക്കും ഓർക്കാനുള്ളതല്ല, മറക്കാനുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രയാസങ്ങളെല്ലാം മറക്കുകയും നിഅമത്തിനെല്ലാം ഓർക്കുകയും ചെയ്തിരുന്നു എന്നാണ്. സ്വർഗത്തിന് ദാറുൻ നിഅമ എന്നൊരു പേരുണ്ട്, നിഅമത്തിന്റെ വീട്. എന്താ കാരണം? സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു മറവിയാണ്. ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു മറവിയാണ്. ഒരാള് ഭാര്യയും 2 മക്കളുമായിട്ട് ഇങ്ങനെ നല്ല നിലയിൽ ജീവിച്ചു പോവുകയാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ മൂത്ത കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി. അള്ളാഹു നമ്മളൊക്കെ മക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ രോഗശമനത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാളിങ്ങനെ ഭാര്യയും 2 മക്കളുമായിട്ട് വളരെ സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൻ്റെ മൂത്ത കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി. അങ്ങനെ അസുഖം ഉണ്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോയി പരിശോധിച്ചപ്പോൾ പറഞ്ഞു ക്യാൻസർ ആണെന്ന്. കുറേ പൈസയൊക്കെ ചിലവായി അവസാനം മോൻ മരിച്ചു. ഒരു 2 മാസം കഴിഞ്ഞേക്കിന് അതേ അസുഖം 2ാമത്തെ കുട്ടിക്കും തുടങ്ങി. 2ാമത്തെ കുട്ടി മരിച്ചു. പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ 2 മാസം ഇങ്ങനെ പോയതാണ്. അപ്പോഴേക്കും അവൻ്റെ ഭാര്യക്ക് തലൻ്റെ ഉള്ളിലൊരു വേദന. ഇതൊരു സാങ്കല്പിക കഥയാണ് കേട്ടോ, ഉള്ളതൊന്നല്ല. ഭാര്യൻ്റെ തലൻ്റെ ഉള്ളിലൊരു വേദന. കുറേയൊക്കെ പരിശോധിച്ചു, ആദ്യമൊന്നും കാരണം കണ്ടെത്തിയില്ല. അവസാനം തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞു. RCC പോയി പരിശോധിച്ചപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ പൈസയും ചെലവായി, പേരെയും വിറ്റു. എന്നാൽ ഭാര്യ ബാക്കിയായോ? ഇല്ല, ഭാര്യ മരണപ്പെട്ടു. ഓൻ മാത്രമായി. ഒരു ദിവസം റമദാൻ മാസത്തിൽ തറാവി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകാണ് റോഡ് സൈഡിൽ കൂടെ. ഒരു വണ്ടി വന്നാണ്ട് ഇങ്ങോട്ട് മേത്തേക്ക് ഇറങ്ങാണ്ട് ഓനും മരിച്ചു. കഴിഞ്ഞു. ഇവൻ സ്വർഗത്തിൽ വരുമ്പോൾ അള്ളാഹു തആല ചോദിക്കും, എന്തൊക്കെയുടെ വിവരം? അൽഹംദുലില്ലാഹ്, വളരെ റാഹത്തായി. എന്താ സംഭവം? മറന്നു ഇല്ല എന്താ? അപ്പോൾ അള്ളാഹു അവനെ ഓർമ്മപ്പെടുത്തും, അല്ലാതെ ചങ്ങായി എൻ്റെ മൂത്ത കുട്ടി ക്യാൻസറായിട്ട് മരിച്ചില്ലേ എന്ന്. അതിലോ അങ്ങനെ ആലോചിക്കും, അത് ശരിയായിരുന്നു പഠിച്ചവൻ, എന്നാലും കുഴപ്പമില്ല എന്ന്. അതാണ് ഈ സ്വർഗ്ഗം, ദാറുൻ നിഅമ. എന്താ നിഅമത്ത് പറഞ്ഞാൽ? നിഅമത്ത് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളെ മറക്കണം, നിഖമത്തിനെ മറക്കുകയും നിഅമത്തിനെ ഓർക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം, എന്നാലും ഇപ്പോൾ അതുകൊണ്ട് കാര്യമുള്ള ഈ വയതുകൊണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്രയാസങ്ങളെ വേഗത്തിൽ മറക്കുമായിരുന്നു എന്നതാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫ് യാത്ര. ഒരിക്കൽ നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ, നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രയാസം അബൂ ത്വാലിബ് മരണപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലയിലും സംരക്ഷിച്ചിരുന്ന ആളായിരുന്നു അബൂ ത്വാലിബ്. മരണപ്പെട്ടു.
അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അതല്ല. അപ്പൊ ചോദിച്ചു ഖദീജ ബി വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും നന്നായി സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു മഹദിയായ ഖദീജ ബി റളിയല്ലാഹു അൻഹ. അബൂ താലിബും ഖദീജ ബിയും ഒരേ കൊല്ലമാണ് വഫാത്താകുന്നത്. ആ വർഷം ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നബി തങ്ങൾ പറഞ്ഞു അതും അല്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചെന്നാ പിന്നെ ഏതങ്ങൾ പറയാറുണ്ട്. അതിൽ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണ് എന്ന് പറഞ്ഞു. 100 കിലോമീറ്ററാണ് മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് ഏകദേശം. ത്വായിഫിലേക്ക് അങ്ങോട്ട് നടന്നു പോയതാണ്. നമുക്കിങ്ങനെ ചരിത്രം കേൾക്കുമ്പോൾ തോന്നും ത്വായിഫിൽ പോയി ഇസ്ലാം ദീന് പറഞ്ഞു, ആരും വിശ്വസിച്ചില്ല, അപ്പം ഘടന പോന്നു. അങ്ങനെയല്ല. 10 ദിവസം ത്വായിഫില് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നബി തങ്ങൾ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. 10 ദിവസമാണ് ത്വായിഫ്. അങ്ങനെ 10 ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിഞ്ഞുകൂടി ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പ്രവേശിച്ചപ്പോൾ മുന്തിരിത്തോട്ടത്തിലുണ്ടായിരുന്ന കിണറിൽ വിഷം കലക്കി ത്വായിഫുകാർ. ഒരു മലയുടെ താഴ്വാരത്ത് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ മലയുടെ പിറകുവശത്തു കൂടെ കയറി വന്ന് ഒരു കല്ലുരുട്ടി നബി തങ്ങളുടെ തലയിലേക്ക് ഇട്ടു. ഉരുണ്ടു വന്ന കല്ല് വേറൊരു കല്ലിൽ തടഞ്ഞു നിന്നു. ആ സ്ഥലം ഇന്നും കമ്പി വേലി കെട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ത്വായിഫിൽ പോയാൽ കാണാൻ പറ്റും. ത്വായിഫിന്റെ റോഡ് സൈഡിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ ഭാഗത്ത് നിന്ന് അഴിച്ചുവിട്ടു. തുർക്കികളുടെ ഭരണകാലത്ത് കരിങ്കല്ല് കൊണ്ട് പിന്നീട് അവരൊരു പള്ളി നിർമ്മിക്കപ്പെട്ടു. കൂർത്ത പാറക്കല്ലുകളുള്ള പ്രദേശമാണ് ത്വായിഫ്. കൂർത്ത പാറക്കഷ്ണങ്ങൾ എടുത്ത് മുട്ടിന് താഴെ നോക്കി എറിഞ്ഞു. GCCയിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രിയുള്ള സ്ഥലമാണ് ത്വായിഫ് പറഞ്ഞത്. ആ നാട്ടിലെ തെമ്മാടി പിള്ളേരെ വിട്ടിട്ട് കൂക്കി വിളിച്ചു, പരിഹസിച്ചു, വടിയെടുത്തടിച്ചു. അങ്ങനെ 10-ാം ദിവസം നിൽക്കാൻ കഴിയാതെ, ആ 10 ദിവസം ഭക്ഷണമില്ല, ആ 10 ദിവസം വെള്ളമില്ല. 10-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാൻ കഴിയാതെ ത്വായിഫിൽ നിന്ന് ഓടിയിട്ട് ആദ്യമായി നിന്ന സ്ഥലത്തേക്ക് 45 കിലോമീറ്റർ ദൂരമുണ്ട്. ആദ്യം നിൽക്കുന്നത് 45 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ്. ആ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് നാളെ അള്ളാഹു ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി നൽകിയാൽ ത്വായിഫുകാർക്ക് വേണ്ടി ഞാൻ ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നതാണ്. എന്താ കാരണം? മറന്നു, ആ ഓട്ടം മറന്നു എന്നുള്ളതാണ് കാരണം. നമ്മളോ 5 കൊല്ലം കഴിയട്ടെ എന്നിട്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ്ട് നടക്കുകയാണ്. അടുത്ത ജനറൽ ബോഡി എന്നിട്ട് വേണം. പകരം വീട്ടിലാണ് നമ്മളെല്ലാ പരിപാടിയും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവസരം വരട്ടെ, ഞാൻ അവന് ഗുണം ചെയ്യുമെന്നാണ്. ഈ പറഞ്ഞ മനസ്സുണ്ടല്ലോ, എന്താ അതിൻ്റെ കാരണം? പ്രയാസത്തെ മറക്കുകയും നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓർക്കേണ്ടതെല്ലാം ഓർമ്മയുണ്ട്, മറക്കേണ്ടതെല്ലാം മറന്നിട്ടുണ്ട്. നമ്മൾ മറക്കേണ്ടതെല്ലാം ഓർക്കുന്നുണ്ട്, ഓർക്കേണ്ടതെല്ലാം മറന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് പരിപാടി. നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഓർമ്മയിൽ വരുന്ന എല്ലാ കാര്യവും മറക്കേണ്ടതേക്കാരം. 5 കൊല്ലം മുമ്പ് ഒരാൾ കണ്ണുരുട്ടിയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് അപ്പം തന്നെ മറക്കേണ്ട സാധനമാണ്. അതാ പരിപാടി. അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റാതെ പോകുന്നത്. ഓർക്കേണ്ടതിനെ ഓർക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഇരിക്കണ നമ്മളെല്ലാവരും ഉമ്മ പ്രസവിച്ചതാണ്. സാലിഹ് നബിയുടെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഉമ്മ പ്രസവിച്ചതാണ്. നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ 3 ആളുണ്ടാവും. ഉമ്മ ഏതായാലും ഉണ്ട്, ഉമ്മാൻ്റെ ഉമ്മ ഉണ്ട്, വല്യമ്മ ഉണ്ട്, പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. ചുരുങ്ങിയത് 3 ആളുണ്ടാവും. ഈ 3 ആളെ നമുക്ക് ഓർമ്മയില്ല. എന്നാൽ ആ 3 ആളെയും ഓർമ്മ ഉണ്ടായിരുന്നു മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഓർക്കേണ്ടതിനെ ഓർക്കാൻ കഴിയുക, മറക്കേണ്ടതിനെ മറക്കാൻ കഴിയുക. ഓർക്കേണ്ടതിനെ ഓർക്കാൻ കഴിഞ്ഞാലേ അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ 5 വക്തും സുബഹിയും നിസ്കരിച്ചിട്ട് പഠിച്ചോ എന്നെ എന്താ അങ്ങനെ ആക്കണമെന്ന് തോന്നും. അല്ലെങ്കിലും ദുനിയാവ് കൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ നീതി ബോധ്യപ്പെടൂല എന്നാണ്. അള്ളാഹുവിൻ്റെ നീതിയെ ബോധ്യപ്പെടുത്തുന്നതിനാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹ്ശറ സംവിധാനിച്ചിട്ടുള്ളത്. അവിടെ അങ്ങനെ ഏടിങ്ങനെയാണ് വായിച്ചിട്ട് ഇങ്ങനെയാണ് നോക്കുമ്പോൾ മനസ്സിലാവും എനിക്കിത് കിട്ടണ്ട തന്നെയാണ്. അത് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് മഹ്ശറൊട്ട് അവസാനിക്കൂല.
ശരിക്കും മഹ്ശറ എന്തിനാ? മഹ്ശറ ഓരോരുത്തരും ബോധ്യപ്പെടുത്താനാണ് എന്താ നമുക്ക് കിട്ടേണ്ടത് എന്ന്. അത് ബോധ്യപ്പെടുത്തിയിട്ടാണ് മഹ്ശറ അവസാനിക്കുന്നത്. അതുകൊണ്ട് മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടുക, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടുക. ദീൻ എന്ന് പറഞ്ഞാൽ ജീവിതമാർഗം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടപ്പെട്ട് മുസ്ലിം ആയാലുണ്ട്, കഷ്ടപ്പെട്ട് മുസ്ലിം ആയാലുണ്ട്. ഇഷ്ടപ്പെട്ട് മുസ്ലിം ആയാലേ ഇസ്ലാം ദീനിന്റെ രസം കിട്ടുള്ളൂ. കഷ്ടപ്പെട്ട് മുസ്ലിം ആയാൽ എന്താപ്പത് മനുഷ്യനെ ഇടങ്ങാറാകുക എന്നല്ലാതെ എന്ന് തോന്നും തന്നെ സംഗതി. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് മുസ്ലിങ്ങളായ ആളുകളായി തീരണം. സഹാബത്തിനുണ്ടായിരുന്ന പ്രത്യേകതയും അതാണ്, അവർ ഇഷ്ടപ്പെട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകളായിരുന്നു. മൂന്നാമത്തേത് വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെടണം. അംഗീകരിച്ചുകൊണ്ടായില്ല, ഇഷ്ടപ്പെടണം. ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സമ്പത്തിനേക്കാൾ, നിന്റെ ഭാര്യയേക്കാൾ, നിന്റെ മക്കളേക്കാൾ, നിന്റെ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, സർവത്തേക്കാളും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നതുവരെ നിങ്ങളിൽ ആരും പരിപൂർണ മുഅ്മിനാവുകയില്ല. നല്ലൊരു വീട് നമ്മൾ ഉണ്ടാക്കി, നല്ലൊരു വീട് പണിയൊക്കെ കഴിഞ്ഞു, ടൈൽസൊക്കെ ഇട്ട് ലൈറ്റൊക്കെ തൂക്കി. നാളെ ഹൗസ് വാമിംഗ് ആണ്. പള്ളിക്കന്ന് ഉസ്താദ്മാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ബിരിയാണി വെക്കാനുള്ള ആളുകൾ വന്ന് കോഴിയൊക്കെ മുറിച്ച് ഉള്ളിയൊക്കെ വെട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ആളുകളൊക്കെ വന്ന് വീടൊക്കെ വന്ന് പരിശോധിച്ച് അവിടെ എന്താ ലൈറ്റ് കത്താത്തത്, ഇവിടെ എന്താ ഈ ഫാന് തിരിയാത്തതെന്നൊക്കെ നോക്കുന്നുണ്ട്. സമയം രാത്രി 1 മണിയായി. നാളെ രാവിലെ ഹൗസ് വാമിംഗ് ആണ്. സുബഹിക്ക് ഉസ്താദ്മാർ വരും. ഒരു 1:30 മണിയായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ആ ചാവിന് കാട്ടിക്ക, എനിക്ക് ഈ പേരോണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുമെന്ന് പറയും. കൊടുക്കൂലേ? കൊടുക്കുമെന്ന് നിങ്ങൾ പറയാനാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ആ ഭാഗത്ത് എൻ്റെ ഉമ്മാനെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന എന്ന് പറയുന്നോ അന്ന് പരിപൂർണ മുഅ്മിനാവും. നിന്റെ ഉമ്മയേക്കാൾ പ്രധാനപ്പെട്ടത് ഞാനായിരിക്കണം, നിന്റെ വാപ്പയേക്കാൾ പ്രധാനപ്പെട്ടത് ഞാനായിരിക്കണം. മുനാഫിക്കുകളുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സുലൂൽ എന്ന പേരായ ആള്. റളിയല്ലാഹുവിന് ചെല്ലണ്ട കേട്ടോ, ആ സൈസ് സാധനമല്ല. എന്നാലോ പള്ളിക്ക് 5 വക്തിനുണ്ടാവും. റളിയല്ലാഹുവിന് ചെല്ലാൻ പറ്റൂല എന്നേ ഉള്ളൂ. മുനാഫിക്കുകളുടെ നേതാവാണ്, യുദ്ധത്തിലൊപ്പം പോരും. ഈ ആള് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സുലൂൽ പറഞ്ഞ ആള് യുദ്ധത്തിന് പോകുമ്പോ ഒപ്പം പോരും. മദീനത്തെ പള്ളിയിൽ 5 വക്തിനുണ്ടാവും. മുനാഫിക്കുകളുടെ നേതാവാണ്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണം നടത്തിയ ആളാണ് ഈ ചങ്ങായി. അയാളുടെ മകൻ ഒരിക്കൽ നബിനോട് വന്നിട്ട് ചോദിച്ചു, മോന്റെ പേര് അബ്ദുള്ള എന്നാണ്, വാപ്പാന്റെയും മാന്റെയും പേര് ഒന്നാണ്, അപൂർവമാണ് അങ്ങനെ ഉണ്ടാകുക. മകൻ വന്നിട്ട് ചോദിച്ചു, നബിയെ, ഇന്റെ വാപ്പാനെ കൊല്ലാൻ നിങ്ങൾ വല്ല ഓർഡർ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പരിപാടിയൊന്നുമില്ല, അങ്ങനെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി വന്ന നബി ഒന്നല്ലല്ലോ, അങ്ങനെ ഓർഡർ ഒന്നുമില്ല പറഞ്ഞു. എന്നാലേ ഉണ്ടെങ്കിൽ വേറെ ആരോടും പറയരുത്, എന്നോട് പറഞ്ഞാൽ മതി പറഞ്ഞു. അത് ഞാൻ ശരിയുണ്ട്, എന്നോട് പറഞ്ഞാൽ മതി പറഞ്ഞു ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ബിൻ സുലൂൽ. ഒരിക്കല് ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മുസ്ലിം പക്ഷത്താണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ശത്രുപക്ഷത്താണുള്ളത്. അപ്പൊ വാപ്പ അങ്ങനെ ശത്രുപക്ഷത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ മുസ്ലിം പക്ഷത്ത് മകനെ കാണാണ്ട്, അബൂ ഉബൈദിനെ കാണാണ്ട്. അതില് വാപ്പാക്ക് ഇങ്ങനെ തോന്നി, ചെറുക്കനാണ് കിട്ടിയാണെങ്കിൽ ശരിയാക്കണം എന്ന് തോന്നി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ത് കണ്ടു വെച്ചാല് വാപ്പാനെ കണ്ടേക്ക് ഒന്നിങ്ങനെ പിന്നാക്കം നിന്നു, നേരിട്ട് ഏറ്റുമുട്ടാനാവൂല എന്ന് കരുതിയിട്ട്. വാപ്പാക്കാണെങ്കിൽ മകനെ കിട്ടണം, മകൻ ഇങ്ങനെ പിന്നാക്കം നിന്നു. മകൻ ഇറങ്ങണില്ല എന്ന് കണ്ടപ്പോ വാപ്പാക്ക് മോൻ ഇറക്കിയേ തീരുള്ളൂ എന്ന് തോന്നി. അതിൽ പറഞ്ഞു, എൻ്റെ വാപ്പാർ അബൂ ഉബൈദിനെ നോക്കിയിട്ടേ, അതുകൊണ്ടല്ലേ ഈ വാക്കെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, വാപ്പാനെ ചീത്ത പറഞ്ഞു എന്നർത്ഥം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിചാരിച്ചു, സംഗതി ഇപ്പൊ പറയണത് എന്റെ വാപ്പാനാണെങ്കിലും ആള് മൂപ്പരന്നെ അല്ലേ, ഇറങ്ങണ്ട തീരുമാനിച്ചോടെ തന്നെ ഒന്നും ഇറങ്ങിയില്ല. അതിൽ ഉമ്മാനെ ചീത്ത അറിഞ്ഞു, എൻ്റെ ഉമ്മ അറിഞ്ഞു തള്ള എന്നൊക്കെ പറഞ്ഞു. അതിൽ മൂപ്പരിങ്ങനെ വിചാരിച്ചു, സംഗതി ഇപ്പൊ പറയണതിന്റെ ഉമ്മാനാണെങ്കിലും ആള് മൂപ്പര പെണ്ണുങ്ങളാണല്ലോ, പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങിയില്ല. മൂന്നാമത് നബി തങ്ങളാണ്ട് പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതേ ഉള്ളൂ, വഫീ യദിഹി റഅ്സുൽ ജറാഹ്. പിന്നെ നോക്കുമ്പോ
അബൂ ഉബൈദന്റെ കയ്യിലുണ്ട് ജറാഹിന്റെ തല. മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദയാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വിശ്വസ്തനായ ആൾ എന്ന് പറഞ്ഞു. ജനറൽ സെക്രട്ടറിക്ക് പറയുന്ന പേര് അമീനുൽ ആം എന്നാണ്. അപ്പൊ അമീൻ എന്നുള്ളതിൽ വേണമെങ്കിൽ സെക്രട്ടറി എന്ന് അർത്ഥം വെക്കാൻ പറ്റും പുതിയ അറബി അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ഹദീസിന്റെ അർത്ഥം എന്തായിരിക്കും എന്നറിയോ? അബൂ ഉബൈദത്തു അമീനു ഹാദിഹിൽ ഉമ്മ, അബൂ ഉബൈദ ഈ ഉമ്മത്തിന്റെ സെക്രട്ടറിയാണ് എന്നാണ് അതിനർത്ഥം വരിക. ജോർഡാനിലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്. വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഗവൺമെന്റ് വളരെയധികം പവിത്രതയോടുകൂടെ അദ്ദേഹത്തിന്റെ മഖ്ബറ കണക്കാക്കി വരുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച് പറയാൻ വേണ്ടി വാപ്പങ്ങട്ട് ഒരുങ്ങിയിട്ടേ ഉള്ളൂ, അപ്പൊ അതിന് തലെടുത്തും കണ്ടിട്ട് വന്നു എന്നതാണ്. ഇതാണ് ഈ പറഞ്ഞ സംഗതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവത്വത്തെക്കാളും ഒരു മനുഷ്യന് എന്ന് വലുതാവുന്നുവോ അന്ന് ഇസ്ലാമിന്റെ എല്ലാ രസവും അനുഭവിക്കും. ഇതന്നെ സംഗതി. മൂന്ന് കാര്യങ്ങൾ മൻ കുന്ന ഫീഹി, ആരിലെങ്കിലും ഉണ്ടായാൽ, വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യത്തെ അവന് ലഭിക്കും. ഒന്ന്, മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ, എല്ലാറ്റിനേക്കാളും അല്ലാഹുവും അവന്റെ റസൂലും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുക എന്നതാണ്. രണ്ടാമത്തേത് അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഏത് മനുഷ്യനെയും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാൻ വേണ്ടി കഴിയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കാൻ വേണ്ടി കഴിയാം. പള്ളിയോട് നമുക്ക് ഇഷ്ടമാണ്. എന്താ കാരണം? പള്ളി അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്നതായിരിക്കണം കാരണം. നമ്മളൊരുപാട് വിഷയങ്ങളെ പലപ്പോഴും സ്വാർത്ഥതയാണ്. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം, സ്വന്തം നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നതിനാണ് സ്വാർത്ഥത എന്ന് പറയാം. അതിൽ ദുന്യാവും ഉണ്ടാവും, ആഖിറും ഉണ്ടാവും, ഖൈറും ഉണ്ടാവും, ഷർറും ഉണ്ടാവും എന്നർത്ഥം. ഉദാഹരണമായിട്ട് പറയാം, നമ്മളെല്ലാവരും ഉമ്മാനെ നോക്കലുണ്ട്. ഉമ്മാനെ നോക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഉമ്മാനെ നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലെ ഈ പരിപാടിക്ക് വരൂല്ല. അപ്പോൾ ഈ വന്നവരൊക്കെ ഉമ്മാനെ നോക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്തിനാ നമ്മൾ ഉമ്മാനെ നോക്കണത്? എന്താ ഇപ്പോൾ കാട്ടുക? സ്വർഗം ഉമ്മാൻ്റെ കാലിൻ്റെ പെട്ടുപോയില്ലേ എന്നുള്ളതാണെങ്കിൽ സ്വർഗമൊക്കെ കിട്ടും, പക്ഷെ അതിൻ്റെ പേര് സ്വാർത്ഥതാണ്. ഇടങ്ങാറായിട്ട് നോക്കിയാലും സ്വർഗം കിട്ടുമോ? വേറെ കാര്യം. ഇമ്മാനെ ഒരാൾ അടങ്ങാറായിട്ട് നോക്കി സ്വർഗം ഉമ്മാന്റെ കാലിൻ്റെ പെട്ടുപോയില്ലേ എന്ന് എഴുതിയിട്ട് നോക്കിയതാണ്, എന്നാലും സ്വർഗം കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ അതിന്റെ പേര് സ്വാർത്ഥ എന്നാണ്. കാര്യലാഭത്തിന് വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. അത് ദുന്യവിയും ഉണ്ടാവും, ഉഖറവിയും ഉണ്ടാവും. സത്യത്തിൽ ഒരാൾ ഉമ്മാനെ നോക്കേണ്ടത് സ്വർഗം കാലിൻ്റെ പെട്ടതിനാലല്ല, അള്ളാന്റെ റസൂലും നോക്കാൻ പറഞ്ഞതിനാൽ ആകുന്നു. അവിടെയാണ് ഈമാന്റെ രസം ഉണ്ടാവുക. അല്ലാതെ ഇടങ്ങാറായിട്ട് നോക്കണേന് ഈമാന്റെ രസം ഉണ്ടാവില്ല. ഇടങ്ങാറായിട്ട് നോക്കണേന് രസം ഉണ്ടാവില്ല. അങ്ങനെയല്ല ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടണം. എന്തിന്റെ പേരിൽ? അള്ളാഹുവിന്റെ പേരിൽ മാത്രമായിരിക്കണം ഇഷ്ടപ്പെടേണ്ടത്. ഒരാൾക്ക് ഉസ്താദിനോട് നല്ല ഇഷ്ടം. എന്താ കാര്യം? ഉസ്താദിനെ ഇൻസൾട്ട് ചെയ്താൽ ആക്കിബത്ത് ചീത്താവുന്ന മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംഗതി ശരിയാണ്, അതുകൊണ്ടെങ്കിലും ഇഷ്ടപ്പെടണം. ആഖിറത്ത് നന്നാവാൻ ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ടല്ല ചെയ്യേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഗുരുനാഥനെ ആദരിക്കാൻ പറഞ്ഞത് കൊണ്ടായിരിക്കണം. നമുക്കെല്ലാവർക്കും ഖുർആൻ ശരീഫ് ഇഷ്ടമാണ്. എന്താ കാരണം? ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ ആവണം. അല്ലാതെ ഖുർആനെ ഇൻസൾട്ട് ചെയ്ത ആള് മുർത്തദ്ദാവും എന്നതുകൊണ്ടായാൽ പോരാ. പോരാ എന്ന് പറഞ്ഞാൽ കൂലിട്ടൂല എന്നല്ല, കൂലിട്ടൂല എന്നല്ല. ഈ പറഞ്ഞ സാധനം അതല്ല എന്നർത്ഥം. ഈ പറഞ്ഞ സാധനം ഏത് വിഷയത്തെയും അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക എന്നതാണ്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തോന്നും അതൊക്കെ ശരി തന്നെ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് തന്നെയെന്ന് തോന്നുന്നു നമുക്ക്. സംഗതി അങ്ങനെയല്ല. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. നമ്മളിവിടെ എല്ലാവരും കൂടി ഒരു മൗലൂദ് ഓതുകയാണെന്ന് വിചാരിക്കുക. നമ്മളിവിടെ അങ്ങനെ ഒരു മൗലൂദ് ഓതുകയാണ്. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ
ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ നല്ല ആൾക്കാരും മൗലൂദ് ഇങ്ങനെ ഓതുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ മൗലൂദ് ഓതാൻ പറ്റൂല. നമ്മളെന്താ കേട്ട എന്നാ പിന്നെ ഓതിയിട്ട് തന്നെ കാര്യം ഓതിട്ട ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പൊ എന്താ സംഭവിച്ചാൽ നിങ്ങള് നമുക്ക് തോന്നുന്ന ദീനുൽ ഇസ്ലാം ഉഷാറായതാണെന്നാണ്. അല്ല, ഈറ പിടിച്ചതാണ്. ഈ സാധനമാണ് ഈറ പിടിച്ച ദേഷ്യം വന്നതാണ് സംഭവം. അല്ലാതെ ദീനുൽ ഇസ്ലാം ഉഷാറായതല്ലാതെ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എത്ര ഉണ്ട് മനസ്സിലാകേണ്ടതെന്ന് എനിക്കറിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ശത്രുവിനെ വെട്ടാൻ വേണ്ടിയിട്ട് വാള് ഊരിങ്ങാണ്ട് ഇങ്ങനെയാണ് ചെല്ലുകയാണ്. വാള് ഊരിങ്ങാണ്ട് ഇങ്ങനെയാണ് ചെന്നപ്പോൾ അയാള് ഉമർ റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് ഒരു തുപ്പാണ് കൊടുത്തു. അതിലാ വാള് ഒറയിലിട്ടുങ്ങാണ്ട് ഇങ്ങോട്ടന്നെ പോരുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അയാൾ ഇസ്ലാം സ്വീകരിച്ചോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അയാൾ ഇസ്ലാം സ്വീകരിച്ചതല്ല, എനിക്ക് ഈറടിച്ചതാണ് പറഞ്ഞു. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ് അയാളെ വെട്ടാൻ വേണ്ടി ചെന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ് വെട്ടാൻ വേണ്ടി ചെന്നത്. അപ്പോൾ അയാൾ എൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഇനി വെട്ടിയാൽ ആ വെട്ടിൽ എൻ്റെ ഈറിയും കൂടി ഉണ്ടാവും, അതുകൊണ്ടാണ് വെട്ടാതെ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല പ്രവർത്തനങ്ങളും ദീനുൽ ഇസ്ലാം ഉഷാറാകുന്നതല്ല, ഈറ വരുന്നതാണ്. ഈറ പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇതല്ലല്ലോ ഈ പറഞ്ഞിട്ടുള്ള സാധനം. ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത് അതല്ല. അയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുക അല്ലാഹുവിന് വേണ്ടി മാത്രമായി ഇഷ്ടപ്പെടുക. അവർക്ക് അർശിന്റെ നിഴലുണ്ടെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 7 വിഭാഗക്കാർക്ക് അർശിന്റെ നിഴൽ നൽകപ്പെടുന്നതിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുള്ള 2 ആളുകളാണ്. അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാലും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടാലും സ്വർഗം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അർശിന്റെ നിഴൽ കിട്ടും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. 2 സംഭവിച്ചാലും അവൻ അർശിന്റെ നിഴൽ ലഭിക്കുമെന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനെയും സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ആയി തീർന്നാൽ അവൻ ഈമാന്റെ മാധുര്യം ഉണ്ടായിരിക്കും എന്നതാണ് രണ്ടാമതായി പറഞ്ഞിട്ടുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടോ സദസ്സിൽ? ഉണ്ടോ? ഉണ്ടോ? ഒന്നുമില്ലല്ലോ. സമ്മതമല്ലോ. ഉണ്ട്. കുട്ടികളെ, പെണ്ണുങ്ങളെ അവിടുന്നല്ലേ? ഇവര് പ്രവർത്തകര് ഒരു ബക്കറ്റേറ്റ് വരുന്നുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ പോലെ അതിട്ട് വരൂലല്ലോ. അപ്പം അതുകൊണ്ട് കാര്യമായിട്ട് എല്ലാവരും അതിലേക്ക് സഹായിക്കണം. ഇവിടുത്തെ പ്രവർത്തകർക്ക് ഇവിടെ ഒരു ദഅവാ സെന്റർ തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. നമുക്കറിയാലോ ഇവിടുത്തെ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതി വെച്ച് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബാക്കി നിങ്ങൾ ഉള്ളതിനനുസരിച്ച് എല്ലാവരും കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ബക്കറ്റേറ്റ് വരുമ്പോൾ കാര്യമായി എല്ലാവരും അതിലേക്ക് മനസ്സറിഞ്ഞ് സഹായിക്കണം. ഈ സദസ്സിൻ്റെ ഹുർമത്ത് കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും അതുമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സ്ത്രീകൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ എന്തോന്നറിയില്ല, ഉള്ള സ്ഥലത്തിനനുസരിച്ചൊക്കെ ഇരിക്കണം. സംഘാടകർക്ക് മാത്രമേ നിൽക്കാൻ അനുമതിയുള്ളൂ, അല്ലാത്തവർക്കൊക്കെ വളണ്ടിയർമാർക്ക് മാത്രമേ നിൽക്കാൻ അനുമതിയുള്ളൂ. അല്ലാത്തവരൊക്കെ ഇരുന്നുകൊണ്ട് സഹകരിക്കണം, സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്വസ്ഥത തീർന്നോ? അസ്വസ്ഥത തീർന്നോ? ആകയാൽ എല്ലാവരും കൊടുക്കിട്ടോ. അത് തുടങ്ങാൻ വേണ്ടി പോലെ വന്നതാണ്, അത് തന്നെ ഇതിലിട്ടാണ്. നിങ്ങളതേമാതിരി വേറെ ഒന്നും മേടിച്ചിടാൻ പറ്റില്ല. കൊണ്ടുവരാൻ മറന്നവരാണെങ്കിൽ മേടിച്ചിട്ടോളി. അല്ലാത്തടുത്ത് എൻ്റെ അടുത്ത് ഇന്ത്യൻ രൂപയാണല്ലോ, അത് പൈലിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് എല്ലാവരും കാര്യമായിട്ടിടണം ഇൻഷാ അല്ലാഹ്.
أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. പൈസയൊക്കെ എടുത്ത് കയ്യെ പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് നോക്കുക എല്ലാവരും. ഇനി ബക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ ഇട്ടാൽ മതി. നോട്ടം കെട്ട് എൻ്റെ അടുത്തേക്ക് ആവണം. വേദാലയം വന്ന ആൾ ഞാനാണ്, അതുകൊണ്ട് എല്ലാവരും ഇന്നെ നോക്കണം, എന്നാലേ പറയാം. അള്ളാഹു നാഫിയ ഇൽമ നൽകട്ടെ, നമ്മളെല്ലാവരും സന്തോഷത്തിലും റാഹത്തിലും ആക്കട്ടെ. ഈമാന് ഇസ്ലാം എന്നൊക്കെ പറയുന്നത് വലിയ രസമുള്ള സംഗതിയാണ്. പക്ഷെ അതിൻ്റെ മാധുര്യത്തെ, രസത്തെ അനുഭവിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈമാനുള്ള എല്ലാ ആൾക്കാരും അത് യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് അത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയാതെ പോകുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈമാന്റെ മാധുര്യത്തെ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹും അവൻ്റെ റസൂലുമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഏതൊരു മനുഷ്യനെയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം. മൂന്നാമത്തെ കാര്യം, കുഫ്രിയത്തിലേക്ക് മടങ്ങുക എന്നത് തീയിലേക്ക് ചാടുന്നത് പോലെ ഒരാൾക്ക് വെറുക്കപ്പെട്ട കാര്യമായിരിക്കണം. 3 തെറ്റുകൾ ഇന്ന് സമൂഹത്തിൽ ഗൗരവം കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ്. ഒന്നാമത്തത്, സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത കുറഞ്ഞു വരുന്നു. രണ്ടാമത്തത്, വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു. 3, രിദ്ദത്തിന്റെ കാരണങ്ങൾ ആളുകൾക്കിടയിൽ ഗൗരവം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമത്തേത്, സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധ്വാനിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ നല്ല നിലയിലല്ലാതെ അധ്വാനിച്ച് പണമുണ്ടാക്കിയാൽ മക്കൾ ഉപകാരപ്പെടാതെ പോകുമെന്നാണ് എൻ്റെ ഒരു പഠനം അനുസരിച്ച്. മലപ്പുറത്ത് നിന്ന് തെക്ക് ജില്ലകളിലേക്കുള്ള കുട്ടികൾ കേടുവന്നതിനേക്കാൾ മലപ്പുറത്ത് നിന്ന് വടക്കു ഭാഗത്തേക്കുള്ള ജില്ലയിലുള്ള കുട്ടികൾ കേടുവന്നിട്ടുണ്ടെന്നാണ്. മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് അത് ഒഴിവാക്കി പറയാണ്. അല്ല, അങ്ങനെ ഒരു സ്വാർത്ഥത ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ. മലപ്പുറത്ത് നിന്ന് തെക്കോട്ടുള്ള കുട്ടികളെക്കാൾ കേടുവന്നിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് വടക്കോട്ടുള്ള കുട്ടികൾ. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡൊക്കെ എടുത്താൽ അവിടുത്തെ കുട്ടികളാണ്. അപ്പുറം തൃശ്ശൂർ, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലയിലെ മുസ്ലിം കുട്ടികൾ കേടുവന്നതിനേക്കാൾ കേടുവന്നിട്ടുള്ളത്. ഈ ഇരിക്കണേലെ ഭൂരിപക്ഷം ആൾക്കാരും വടക്കൻ ജില്ലക്കാരായിരിക്കും. ഞാനും വടക്കൻ ജില്ലക്കാരനാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് നമ്മളെ പറ്റി പറയലാണ്. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിന് ഒരേ ഒരു കാരണമുണ്ട്. ശരിയല്ലാത്ത വരുമാനം ആദ്യം എത്തിച്ചേർന്നിട്ടുള്ളത് വടക്കൻ ജില്ലകളിലാണ്. അത്യാവശ്യം ഇങ്ങനെ വാടക കിട്ടാനുള്ള ഒരു 4 ക്വാർട്ടേഴ്സും അങ്ങാടിയിൽ 2 പീഡി റൂമും ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റൊക്കെ നാട്ടിലിങ്ങനെ ഉണ്ടായി വന്നപ്പോഴേക്ക് അറബി ഏകദേശം എത്തിങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട്. കുട്ടികൾ കടരാൻ വേറൊരു വഴിയും വേണ്ട. സമ്പത്ത് ശരിയല്ലെങ്കിൽ മക്കളെയാണ് ആദ്യമായി ബാധിക്കുക. ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ 2014 പുറത്തിറക്കിയ ഒരു സർക്കുലറിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. വെറും ഇസ്ലാം ദീന് മാത്രമല്ല എന്നർത്ഥം. വരുമാനം ശരിയല്ലെങ്കിൽ മക്കളെ ആദ്യമായിട്ട് അത് ബാധിക്കും. അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത വളരെ കുറഞ്ഞു വരികയാണ്. എന്തും ആവാം, എങ്ങനെയും ആവാം എന്നുള്ളൊരു തരത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. വേണം, സമ്പത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഐശ്വര്യം വേണം, സമ്പത്ത് വേണം. സമ്പത്തിന് കുഴപ്പമില്ല, ശരിക്ക് കൈകാര്യം ചെയ്യുന്നിടത്താണ് കുഴപ്പം. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന മുതലാളിയായിരുന്നു മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു.
ഹിജ്റ 470 മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ കാലഘട്ടം. ഹിജ്റ 470. ഇന്ന് 1445. അതായത് ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അക്കാലത്ത് സ്വന്തമായിട്ട് കപ്പലുള്ള പൈസക്കാരനാണ് ഗൗസുൽ ആലം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. 65 വർഷം മഹാനായ ഗൗസുൽ ആലം കച്ചവടം ചെയ്തിട്ടുണ്ട്. 65 കൊല്ലം. 300 കൊല്ലം കച്ചവടം ചെയ്ത ആളാണ് ഷുഐബ് നബി അലൈഹിസ്സലാം. കച്ചവടക്കാരുടെ നേതാവാണ് മഹാനായ സയ്യിദ്ന ഷുഐബ് അലൈഹിസ്സലാം. 300 വർഷം കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നാണ്. 65 വർഷം കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. 25 കൊല്ലം നാട്ടിൽ ഉമ്മയോടൊപ്പം പഠനം നടത്തി. 25 കൊല്ലം വിദേശത്ത് പഠനം നടത്തി. 40 കൊല്ലം മഹാനവറുകൾ വയല് പറഞ്ഞു. 50 വർഷം ദർസ് നടത്തി. 65 കൊല്ലം കച്ചവടം ചെയ്തു. എല്ലാം കൂടി കൂട്ടിയാൽ 90 ആവാൻ പാടുള്ളൂ. കാരണം മുഹ്യിദ്ദീൻ ഷെയ്ഖ് 90 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. കൂട്ടി നോക്കുമ്പോൾ അതിൻ്റെ ഏറെ പോകാൻ പാടില്ല. കാരണം മഹാനവറുകൾ ആകെ 90 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ പോകാൻ പാടില്ല. 25 കൊല്ലം നാട്ടിൽ പഠിച്ചു ഉമ്മാൻ്റെ അടുത്ത്. 25ാമത്തെ വയസ്സിലാണ് ആദ്യമായി നാട് വിടുന്നത്. പിന്നെ 25 കൊല്ലം വിദേശത്ത് പഠനം നടത്തി. 40 കൊല്ലം വയല് പറഞ്ഞു. 65 വർഷം കച്ചവടം ചെയ്തു. 50 വർഷം ദർസും നടത്തി. ഒക്കെ കൂടിയും കൂട്ടിയാൽ 90. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയന്നായകൾ കേട്ടാരേയിരുന്നോവർ 40 ഇറ്റാണ്ടോളം വയല് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 വയസ്സാണ് ജീവിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്താ സംഭവം? 2 കാര്യം ഒരുമിച്ച് ചെയ്തിരുന്നു. പഠനവും കച്ചവടം ഉണ്ടായിരുന്നു, ദർസും കച്ചവടം ഉണ്ടായിരുന്നു, ദർസും വയലും ഒരുമിച്ചുണ്ടായിരുന്നു. 40 വർഷം വയല് പറഞ്ഞിട്ടുണ്ട്. 50 കൊല്ലം ദർസ് നടത്തിയിട്ടുണ്ട്. നാട് വിട്ട് 25ാമത്തെ വയസ്സിൽ ആ പോകുന്ന വഴിയിൽ ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹം വലിയൊരു കച്ചവടക്കാരനായിരുന്നു. അബുൽ വഫ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം റോഡ് സൈഡിൽ വെള്ളക്കച്ചവടം ആരംഭിച്ചുകൊണ്ടാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ കച്ചവടം ചെയ്ത് വലിയ പൈസ ഉണ്ടായി. സ്വന്തമായി ചരക്ക് കപ്പൽ വാങ്ങിയിരുന്നു മഹാനായ ഗൗസുൽ ആലം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകൾ പൈസക്കല്ല കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്യുന്നിടത്താണ് പ്രശ്നമുള്ളത്. പൈസക്കൊരു കുഴപ്പമില്ല. പൈസക്കൊരു കുഴപ്പം യഥാർത്ഥത്തിലില്ല. മഹത്തുക്കളായ മുൻഗാമികൾ പലരും വലിയ വലിയ സമ്പന്നന്മാരായിരുന്നു. മഹാനായ മമ്പറം ഖുതുബുസ്സമാൻ മൗലദ്ദവീല സയ്യിദ് അലവി തങ്ങൾ വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു. ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്. പൈസക്കല്ല കുഴപ്പം, കൈകാര്യം ചെയ്യുന്നിടത്താണ് പ്രശ്നമുള്ളത്. എന്താ കൈകാര്യം ചെയ്യുന്നിടത്തുള്ള പ്രശ്നം? കൈകാര്യം ചെയ്യുന്നിടത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഹലാലായിരിക്കണം, രണ്ടാമത്തേത് ത്വയ്യിബായിരിക്കണം. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ ഇഷ്ടത്തോടുകൂടെ നൽകുന്നതിനാണ് ത്വയ്യിബ് എന്ന് പറയുന്നത്. ഹലാൽ എന്ന് പറഞ്ഞാൽ ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതിനാണ് ഹലാൽ എന്ന് പറയുന്നത്. അപ്പൊ ഹുക്മ് കൊണ്ട് ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഹലാലാകുന്ന പലതുണ്ട്. പക്ഷെ അത് ത്വയ്യിബായി കൊള്ളണം എന്നില്ല. ഉദാഹരണം പറയാം, ജീവൻ നിലനിർത്താൻ വേണ്ടി ചത്ത പന്നിമാംസം കഴിക്കൽ ഹലാലാണ്, ഹുക്മാണത്, ഹലാലാണ്. പക്ഷെ ത്വയ്യിബാവൂല. ത്വയ്യിബ് അപ്പൊ വേറെ തന്നെയാണ്. ഭക്ഷണം നമ്മൾ കഴിക്കുന്നതും ഭാര്യ സന്താനങ്ങൾക്ക് കൊടുക്കുന്നതും ഹലാലായാൽ പോരാ, ത്വയ്യിബായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ത്വയ്യിബാവണമെങ്കിൽ നൽകുന്നവന് സംതൃപ്തി ഉണ്ടായിരിക്കണം. 10,000 രൂപക്ക് ജോലി ചെയ്ത് 11,000 രൂപക്ക് വാശി പിടിച്ച് 1000 രൂപ പണ്ടാറടക്കാൻ എന്ന് കരുതി കൂട്ടിക്കൊടുത്താൽ ആ 1000 റുപ്യ കൊണ്ട് പണ്ടാറടക്കും. മനസ്സിലായില്ല? പണി 10,000 റുപ്യക്കാണുള്ളത്. അവന്റെ വിദ്യാഭ്യാസ യോഗ്യത പരിഗണിക്കാം, അവൻ ചെയ്യുന്ന പ്രൊഫഷൻ പരിഗണിക്കാം, അവന്റെ സ്ഥാനം പരിഗണിക്കാം, എല്ലാം പരിഗണിക്കാം. എങ്ങനെ പരിഗണിച്ചാലും പണി 10,000 റുപ്യക്കാണുള്ളത്. 11,000 റുപ്യക്ക് വാശി പിടിച്ചു.
ഓനോട് പോയാൽ കട പൂട്ടേണ്ടി വരുമെന്ന് തോന്നിയപ്പോൾ മുതലാളി 1000 റുപ്യ കൂട്ടിക്കൊടുത്തു. കൂട്ടിക്കൊടുത്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായി പണ്ടാറടക്കാൻ കടകട്ട 1000 റുപ്യ. ആ 1000 റുപ്യ കൊണ്ട് പണ്ടാറടക്കും. ഇതന്നെ സംഭവം. എന്താ സംഭവം? തന്നവന് മനസ്സിന് സംതൃപ്തിയില്ല എന്നതാണ് കാരണം. തൊയ്യിബാവുക എന്ന് പറഞ്ഞാൽ നൽകുന്നവന് മനസ്സിന് സംതൃപ്തി ഉണ്ടായിരിക്കുക എന്നതാകുന്നു. എങ്കിൽ മാത്രമാണ് ഒരു വിഷയം തൊയ്യിബായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാശയം. രണ്ടാമത്തത് സൂക്ഷ്മത കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. സൂക്ഷ്മതകൾ വളരെ കുറവാണ്. എല്ലാവരും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലോചിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, മുർത്തദ്ദാവുന്ന വിഷയത്തിൽ നമുക്ക് സൂക്ഷ്മത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുർത്തദ്ദാവുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല അദബുകളും പാലിച്ചില്ലെങ്കിൽ മുർത്തദ്ദാവും. ഒരാൾ നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, അതേസമയത്ത് നിസ്കാരത്തെ ഇൻസൾട്ട് ചെയ്താൽ കാഫിറാവും. എന്തൊക്കെ പോലെ തിന്നാൻ തരുന്നുണ്ട്, തൊള്ളേക്ക് വയ്യ എല്ലാവർക്കും അറിയല്ലോ, പക്ഷെ നോട്ടം കിട്ടു വേണം. നിങ്ങൾ തിന്നോളി, കുഴപ്പമൊന്നുമില്ല, അത് തിന്നാൻ നന്ന തന്നെയാണ്. നിങ്ങളത് തിന്നാതെ കൈ പിടിച്ചിരുന്നാലാണ് അസ്വസ്ഥത. അത് തിന്നോളി, പക്ഷെ ഇങ്ങോട്ട് നോക്കണം. അങ്ങനെ കാട്ടിട്ടിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ അതിങ്ങനെയാണ് പറയാം അങ്ങനെ. പക്ഷെ നോട്ടം കിട്ടുവാണ്, അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. വേറെ പണി എന്ത് നടന്നാലും കുഴപ്പമില്ല, നോട്ടം കിട്ടുന്നുണ്ടായിരിക്കണം എന്നാ പറയും. അപ്പോൾ അവർക്ക് വാങ്ങിയിട്ട് എൻ്റെ ഇങ്ങോട്ട് നോക്കി അങ്ങനെ ചുണ്ടുകൊണ്ടൊക്കെ എന്തെങ്കിലും കാട്ടിക്കോളൂ, അതൊന്നും കുഴപ്പമില്ല. കണ്ണും കെട്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വേണം. അവ സംഗതി ഇങ്ങനെ ഉഷാറായിട്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൂക്ഷ്മത കുറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയം, രണ്ടാമത്തേത് സാമ്പത്തിക ഇടപാട്, മൂന്നാമത്തേത് രിദ്ദത്തിൻ്റെ കാരണങ്ങൾ. മുർത്തദ്ദാവുന്ന വിഷയങ്ങളിൽ വളരെ ഗൗരവം കുറവാണ്. ഇപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് പോയില്ല, തീരെ പള്ളി കയറിയ തന്നെയല്ല, എന്നാൽ പരമാവധി എന്താ വരിക? ആ ചങ്ങായി പള്ളി കയറൽ തന്നെയില്ല എന്നാണ് വരിക. അതേ സമയത്ത് പള്ളിയിൽ കയറിയിട്ട് ഒരാൾ മൂത്രമാക്കിയാൽ മുർത്തദ്ദാവും, ദീനിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ പള്ളിയിൽ കയറുന്നതിനേക്കാൾ സൂക്ഷ്മത പള്ളിയുമായി ബന്ധപ്പെട്ട അദബിനുണ്ടായിരിക്കണം. ഒരാൾ മുസാഫ് എടുത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, മുസാഫ് എടുത്ത തന്നെയല്ല, എന്നാൽ പരമാവധി എന്താ വരിക? ഓ മുസാഫ് എടുത്തില്ല എന്നാ വരിക. മുസാഫ് എടുത്തിട്ട് അതിൽ നജസാക്കിയാലോ ആള് മുർത്തദ്ദാവും. ഏതൊരു വിഷയവും ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ടായിരിക്കും ആ വിഷയത്തിന്റെ അദബ് പാലിക്കുന്നതിന്. അതുകൊണ്ട് ഈ ഒരു ഗൗരവം, രിദ്ദത്തിന്റെ കാരണങ്ങളിലുള്ള ഗൗരവം ഇന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഷിആറുകളെ ഒരാൾ ഇൻസൾട്ട് ചെയ്താൽ അത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാരണമായി മാറും. നിസ്കാരത്തെ ഇൻസൾട്ട് ചെയ്യുക, നോമ്പിനെ ഇൻസൾട്ട് ചെയ്യുക, ഹജ്ജിനെ ഇൻസൾട്ട് ചെയ്യുക, സക്കാത്തിനെ ഇൻസൾട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആർക്കെങ്കിലും ഒരാൾക്ക് മധുരമായി അനുഭവപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താല്പര്യം ഉണ്ടായാൽ മാത്രമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. നബി തങ്ങളോട് എത്ര കണ്ട് താല്പര്യമുണ്ട് അതിനനുസരിച്ചാണ് ദീനുൽ ഇസ്ലാമിനെ ഒരാൾക്ക് മധുരമായി തോന്നുക. ദീനിൻ്റെ ഇബാദത്തുകൾ അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരിക്കൽ ഈ ചാപ്പനങ്ങാടി അടുത്തൊരു സ്ഥലത്താണ് ആദ്യത്തെ ദർസ് ജീവിതം ആരംഭിക്കണത്. 7ാം ക്ലാസ് മദ്രസ, അന്ന് 7ാം ക്ലാസ് വരെയാണ് മദ്രസ ഉള്ളത്. 7ാം ക്ലാസ് മദ്രസ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പള്ളിയിലേക്ക് ഓതാൻ വേണ്ടി പോയി. അങ്ങനെ ഒരു 3 വർഷം ഓതി ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവിടെ മദ്രസയിൽ നിന്നിരുന്ന ഒരു അബ്ദുറഹ്മാൻ മൂല്യരുണ്ടായിരുന്നു. മൂപ്പരൊരു പെണ്ണെട്ടി. അങ്ങനെ പെണ്ണെട്ടി കുറേ ദിവസം അങ്ങനെ കഴിഞ്ഞു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച മദ്രസ വിട്ട് നാട്ടിൽ പോയി ശനിയാഴ്ച രാവിലെയാണ് പിന്നെ മദ്രസക്ക് എത്തുകയാണ് ചെയ്യുക. അത് ഗഫൂറാണല്ലേ, ഇപ്പോഴെനിക്ക് ആളെ മനസ്സിലായിട്ടുള്ളൂ. ആയിക്കോട്ടെ, അത് സദസ്സിലൊരാളുണ്ട് ഗഫൂർ പറഞ്ഞിട്ട്, ആളെപ്പോഴാണ് മനസ്സിലായതെന്നുള്ളതാണ്. ആള് തന്തയിക്കോളൂ, ഞാൻ കാണുമ്പോൾ അങ്ങനെ തന്തയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും അത് നോക്കണ്ട, ആരോ ഒരാൾ സദസ്സിലുണ്ട് എന്ന് വിചാരിച്ചാൽ മതി, ഇപ്പോഴാണ് കണ്ടതെന്നുള്ളു. എന്തായാലും അങ്ങനെ പിന്നെ ഒരു വ്യാഴാഴ്ച മദ്രസ വിട്ടിട്ട് നാട്ടിൽ പോകും, ശനിയാഴ്ച രാവിലെയാണ് വരിക.
ചില ആൾക്കാരൊക്കെ 15 ദിവസം കൂടുമ്പോഴാണ് പോവുക. ഇപ്പം പിന്നെ അങ്ങനെയല്ല കേട്ടോ. അപ്പം എല്ലാവരും മാർസ് ഇട്ടാൽ പോരാണ് സാധാരണ പതിവ്. ഇപ്പം നാട്ടിലൊന്നും എല്ലാവർക്കും മോട്ടോർ സൈക്കിൾ ഉണ്ട്, അന്ന് മോട്ടോർ സൈക്കിളൊന്നുമില്ല. അങ്ങനത്തെ ഒരു സമയമാണ്. അപ്പോൾ പെണ്ണ കെട്ടി വ്യാഴാഴ്ച മദ്രസ് വിട്ടപ്പോൾ പെട്ടെന്നൊരു ഹർത്താലുണ്ടായി, നാട്ടിൽ പോകാൻ കഴിയാതായി. അതിൽ പിന്നെ മൂപ്പര് അത്രയും അന്ന് പോണില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ളുഹ്ർ വരെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. വൈകുന്നേരം അസ്രസ്കാരം കഴിഞ്ഞാൽ പൊതുവെ ഒരു മപ്പ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ മൂപ്പർക്ക് പെരേക്കുള്ള ചിന്ത ഇങ്ങനെ തുടങ്ങി. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ നിൽക്കാൻ കഴിയണില്ല, എന്തായാലും പോയേ പറ്റുള്ളൂ. അതിൽ പിന്നെ ബസ്സൊന്നുമില്ല, വണ്ടിയൊന്നുമില്ല, ഹർത്താലാണ്, ഒരു രക്ഷയില്ല. ചാപ്പനങ്ങാടിയിൽ നിന്ന് പാങ്ങിക്കൂടെ നടന്നു, പാങ്ങ് പടപ്പറമ്പ് അങ്ങനെ നടന്ന് രാത്രി 12 മണിയോടടുത്ത് വീട്ടിലെത്തി. വീട്ടുകാർ പ്രതീക്ഷിക്കണില്ല, ഫോണൊന്നുമില്ല. അതിനെന്തായാലും വീട്ടിലെത്തി, ഉള്ളതൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ശനിയാഴ്ച മദ്രസക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായി ചോദിച്ചു. അൽഹംദുലില്ലാ റാഹത്തായി എന്ന് പറഞ്ഞു. എന്താ കാരണം? ഇത് ഒരു മനുഷ്യനുണ്ടെങ്കിൽ, മഹബ്ബത്തുണ്ടെങ്കിൽ അമൽ വളരെ രസകരമായിരിക്കും എന്നതാണ് കാരണം. എന്തേ നിസ്കാരം ഭാരമായി തോന്നിയത്? അള്ളാഹുവിനോട് മഹബ്ബത്തില്ലാത്തതാണ് കാരണം. ഇത് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ, എന്നാൽ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഹജ്ജ് എന്തുകൊണ്ട് ഭാരമായി, നോമ്പ് എന്തുകൊണ്ട് ഭാരമായി, സക്കാത്ത് എന്തുകൊണ്ട് ഭാരമായി എന്നതിൻ്റെ ഉത്തരം മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തു റസൂൽ ഇല്ലാത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒറ്റ കാര്യമുണ്ടായാൽ മഹബ്ബത്തുല്ലാഹിയുടെ ആകത്തുകയാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ എല്ലാം ചേർന്നതിനെയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് മഹബ്ബത്തുല്ലാഹിയോ മഹബ്ബത്തുർ റസൂൽ ആണ് മതത്തെ, നമ്മൾ മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാം ദീനിനെയാണ്. ഇസ്ലാം മതത്തെ ആസ്വാദകരമാക്കി തീർക്കുന്നതിൻ്റെ പിന്നിൽ അതാണ് യഥാർത്ഥത്തിൽ രഹസ്യം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തുർ റസൂൽ ഇത് പരസ്പരം പൂരകങ്ങളാണ്. അള്ളാഹിനോട് ഇഷ്ടമുണ്ടായാൽ നബിനോടും ഉണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമുണ്ടായാൽ അള്ളാഹുവിനോടുണ്ടാവും എന്നുള്ളതാണ്. ഈ ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുകളെ രസകരമാക്കി തീർക്കുന്നതിൻ്റെ കാരണം. മുഅ്മിനീങ്ങളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങോട്ട് പറയണത്, ഒരു മനുഷ്യൻ ആബിദാവുക എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളെ ഇബാദത്ത് എന്ന് വരുത്തി തീർക്കലല്ല, ചെയ്യുന്ന കാര്യങ്ങളെ ഇബാദത്താക്കി മാറ്റലാണ് ആബിദാവുക എന്ന് പറഞ്ഞാൽ. നല്ലൊരു ഉദാഹരണം തോന്നിയത് എനിക്ക് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ്, അള്ളാഹു അവരുടെ ഖബർ സന്തോഷകരമാക്കി കൊടുക്കട്ടെ, മേലാറ്റൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. നാട്ടിക ഉസ്താദ് മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന അക്കാലത്താണ് ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന സംഭവം വരുന്നത്. 5 വർഷത്തേക്കുള്ള പദ്ധതി ഒന്നിച്ച് പ്ലാൻ ചെയ്യുന്ന പരിപാടി. അങ്ങനെ ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അപ്പോൾ നാട്ടിക ഉസ്താദ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പോയിട്ടുണ്ട്. ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് മുഹമ്മദ് സാഹിബ്. മുഹമ്മലിയൊക്കെ നാട്ടിക ഉസ്താദിനോട് ഒരിക്കൽ ഇങ്ങനെ ഈ 5 മണിക്ക് പരിശീലനം അവസാനിക്കും, 5 മണിക്ക് അവസാനിച്ചാൽ പിന്നെ പിറ്റേന്ന് രാവിലെ 10 മണിക്കേ തുടങ്ങുള്ളൂ, അതുവരെയുള്ള സമയം വെറുതെ ഒക്കെയാണ്. അപ്പം ഇങ്ങനെ തിരുവനന്തപുരം ടൗണ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ മുഹമ്മലിയൊക്കെ നാട്ടിക ഉസ്താദിനോട് ചോദിച്ചു, തരും ഉസ്താദേ, നിങ്ങൾ ഈ പഞ്ചായത്തും പരിപാടിയായിട്ട് നടക്കണം, നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിക്ക് ഇരുന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ നാട്ടിക ഉസ്താദ് അതിൻ്റെ ഒരു മറുപടി പറഞ്ഞു എന്നാണ്, മുഹമ്മലി, ഞാനിത് ഇബാദത്താണെന്ന് കരുതി വന്നതാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടലല്ല, ചെയ്യുന്ന കാര്യങ്ങൾ ഇബാദത്താക്കി മാറ്റലാണ്. എങ്ങനെയാണ് ഈ ചെയ്യണ കാര്യം ഇബാദത്താക്കി മാറ്റുക? അതിന് നിയ്യത്ത് ശരിയാക്കിയാൽ മതി, വേറൊന്നും വേണ്ട. ചെയ്യണ കാര്യം ഇബാദത്താക്കി മാറ്റാൻ നിയ്യത്ത് ശരിയാക്കിയാൽ മതി. ഏതൊരു വിഷയം നമ്മൾ ചെയ്യുമ്പോഴും ആ വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി എത്ര കണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അതാണത് ഇബാദത്താവുന്നതിൻ്റെ കാരണം. മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറഞ്ഞ നിങ്ങളൊന്നും മനസ്സിലാക്കണേ, എന്നാലേ എനിക്കും കാര്യമുള്ളൂ നിങ്ങൾക്കും കാര്യമുള്ളൂ.
നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനവും നബിതങ്ങളുമായി എത്ര കണ്ട് ബന്ധമുണ്ട്, അതാണ് അത് ഇബാദത്തായി മാറുന്നതിന്റെ കാരണം. ഉദാഹരണം പറയാം. നമ്മൾ നല്ല മനോഹരമായൊരു വീട് നിർമ്മിച്ചു. അങ്ങനെ ആ വീട് ഹൗസ് വാമിങ്ങിന് വേണ്ടി തയ്യാറാകുന്ന സമയത്ത് 150 രൂപ കൊടുത്തിട്ട് നല്ല റോസാപ്പൂവുള്ള 3 തൈ വാങ്ങി. 450 റുപ്യക്ക് 3 എണ്ണം വാങ്ങി. അങ്ങനെ നമ്മളെ വീടിന്റെ മുമ്പിൽ ആ റോസാപ്പൂവിന്റെ തൈ ഇങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ചിടുമ്പോൾ നമ്മുടെ മൂത്ത മോൻ വന്നിട്ട് ചോദിച്ചു, വാപ്പ, കുടിരിക്കലിന് കുറെ ആൾക്കാർ വരുമ്പോൾ അതൊക്കെ ചവിട്ടി കേടെടുത്തൂലേ, ഞമ്മക്കിത് കുടിരിക്കൽ കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടാ മതിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, മോനെ, ഇത് ഹൗസ് വാമിങ്ങിന്റെ മുമ്പന്നെ ആവട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചതിന്റെ കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് റോസാപ്പൂവിന്റെ മണമാണ് ഉണ്ടായിരുന്നത് എന്ന് ഹദീസിൽ കണ്ടതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂവിന്റെ തൈ കുഴിച്ചിടൽ ഇബാദത്തായി മാറും. ഏത് വിഷയവും മുഹമ്മദ് നബിയോട് എത്ര കണ്ട് ബന്ധപ്പെടുന്നു എന്നതാണ് ഇബാദത്തായി മാറുന്നതിന്റെ കാരണം. മുഅ്മിനീങ്ങളെ, ഞാനീ പറഞ്ഞത് നിങ്ങളൊന്നും മനസ്സിലാക്കണം കേട്ടോ. രാവിലെ സിമന്റ്, ഒരാൾക്ക് തേപ്പിന്റെ പണിയാണ്, സിമന്റ് തേക്കണ പണിയാണ്. രാവിലെ ഓന്റെ ചട്ടകവും കാര്യങ്ങളും കൊട്ടയൊക്കെ എടുത്തുങ്ങാണ്ട് സിമന്റ് തേക്കാൻ വേണ്ടി ഓൻ പോവുകയാണ്. അപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്ന് മുഹമ്മദ് നബി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ജോലി തെരഞ്ഞെടുത്തത് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ വൈകുന്നേരം കുട്ടികൾക്ക് അരി വാങ്ങാനുള്ള പൈസയും കിട്ടും, പ്രവർത്തനം ഇബാദത്തായി മാറുകയും ചെയ്യും. പൈസ കിട്ടിയതുകൊണ്ട് ഇബാദത്ത് അല്ലാതാകൊന്നുമില്ല, പണി ഇബാദത്തായി മാറും. രാവിലെ എഴുന്നേറ്റതിന്റെ ശേഷം ഞാൻ പറഞ്ഞ ആശയങ്ങൾ മനസ്സിലാക്കണേ. ഇബാദത്ത് എന്ന് പറഞ്ഞാണ്ട് ഒരുപാട് കാര്യം ചെയ്യലല്ല, യഥാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നീയത്ത് കൊണ്ട് ഇബാദത്താക്കി മാറ്റലാണ്. ഈ ഇരിക്കണത് ഇബാദത്താക്കാൻ പറ്റും നീയത്ത് ക്ലിയർ ആണെങ്കിൽ. ഈ ഇരിക്കണതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല നീയത്ത് ക്ലിയർ അല്ലെങ്കിൽ. നിസ്കാരം ഇബാദത്താവാതിരിക്കുകയും ചെയ്യും, പോസ്റ്റർ ഒട്ടിക്കൽ ഇബാദത്താവുകയും ചെയ്യും നീയത്ത് ശരിയാക്കിയാൽ. മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം എത്ര കണ്ട് ബന്ധപ്പെടുന്നു എന്നതാണ് ഒരു കാര്യം ഇബാദത്താകുന്നതിൻ്റെ അടിസ്ഥാനം. ഒരാൾക്ക് പെയിന്റിങ്ങിന്റെ പണിയാണ്, പെയിന്റിങ്. രാവിലെ ബ്രഷ് എടുത്തിട്ട് പെയിന്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ മനസ്സിൽ വിചാരിച്ചു, പടച്ചോനെ, അന്നളാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൽപ്പെട്ടതാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ജോലി തെരഞ്ഞെടുത്തത് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ പെയിന്റ് അടിക്കൽ ഇബാദത്താവും. ഗഫൂർ കല്യാണം പറഞ്ഞു, കല്യാണത്തിന് പോവുകയാണ്. ചെന്നില്ലെങ്കിൽ ഗഫൂറിന് എന്താ തോന്നാന്ന് വിചാരിച്ചാൽ ഇബാദത്താവൂല. പടച്ചോനെ, ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്ത് അവിടെ നടന്നിട്ട് ഞാനൊന്ന് പോയില്ലെങ്കിൽ അനക്കെന്താ തോന്നുക റബ്ബേ എന്ന് വിചാരിച്ചു പോയാൽ ഇബാദത്താവും. എത്ര കണ്ട ആ വിഷയം അള്ളാഹുവും റസൂലുമായി ബന്ധപ്പെടുന്നു എന്നതാണ് ഒരു കാര്യം ഇബാദത്തായി മാറാനുള്ള അടിസ്ഥാനം. ഇതിന് 3 എളുപ്പവഴികളുണ്ട്. 3 എളുപ്പവഴിയുണ്ട്. ഒന്നാമത്തെ കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ബിസ്മി കൊണ്ട് തുടങ്ങൽ ഒരാൾ ശീലമാക്കിയാൽ അവന്റെ പ്രവർത്തനങ്ങൾ അവൻ അറിയാതെ തന്നെ ഇബാദത്തായി മാറും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് കാര്യവും ഖൈറിനെ തൊട്ടും ബറക്കത്തിനെ തൊട്ടും മുറിഞ്ഞു പോയതായിരിക്കും. ഏത് കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ശീലം ഉണ്ടാക്കുക. ശീലം എന്ന് പറഞ്ഞാൽ മുതിർന്ന ആള് 21 ദിവസം മറക്കാതെ ചെയ്താൽ വന്നു ചേരുന്നതിനെയാണ് ശീലം എന്ന് പറയുന്നത്. കുട്ടികളാണെങ്കിൽ 7 ദിവസം മുടങ്ങാതെ ചെയ്താൽ അയാളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും, അതിനെയാണ് ശീലം എന്ന് പറയാം. മുതിർന്ന ആൾക്കാരാണെങ്കിൽ 21 ദിവസം മറക്കാതെ ചെയ്താൽ പിന്നീട് അവൻ അറിയാതിരിക്കുമ്പോഴും വന്നുകൊണ്ടിരിക്കും, അതിനെയാണ് ശീലം എന്ന് പറയാം. ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഉണ്ടാവും.
നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം അസ്തഗ്ഫിറുല്ലാഹ് അൽഅദീം മൂന്നോട്ടം നമ്മളെല്ലാവരും പറയും. ഓർമ്മയില്ലെങ്കിലും പറയും. ശീലം. എങ്ങനെ ശീലം ഉണ്ടായത്? ഇമ്മാന്റെ കോതലമ്പ പിടിച്ചിങ്ങാണ്ട് മഗ്‌രിബ് നിസ്കരിച്ചപ്പോ ഇമ്മ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെ പറഞ്ഞതാണ്. 7 ദിവസം പറഞ്ഞാൽ കുട്ടികൾക്ക് ശീലമാകും. 21 ദിവസം ചെയ്താലേ മുതിർന്നവർക്ക് ശീലമാവുള്ളൂ. ഒരു 21 ദിവസം എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മിയെ കൊണ്ടുവന്നാൽ ബിസ്മി ശീലമാവും. ബിസ്മി ശീലായ എന്താ ഗുണം? നമ്മൾ അറിയാതെ ആ കാര്യം ഇബാദത്തിന്റെ പട്ടികയിലേക്ക് ഇങ്ങനെ വരും. കാരണം ബിസ്മി ചൊല്ലുമ്പോൾ ഖൈറായത് മാത്രമേ ഒരാൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി ഇറക്കപ്പെട്ട ദിക്ർ ബിസ്മിയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. നബി തങ്ങൾക്ക് ആദ്യമായി ഇറക്കപ്പെട്ട ദിക്റാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ. അതുകൊണ്ട് ജീവിതത്തിൽ ബിസ്മി ശീലാക്കുക. എല്ലാവരും നല്ല ഉഷാറുള്ള മനുഷ്യന്മാരാവും. രണ്ടാമത്തെ കാര്യം ഉളൂ ശീലമാക്കി മാറ്റുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒളു ഉണ്ടാക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും രാവിലെ ഓഫീസിക്ക് പോവുകയാണ്, ഒരു ഒളു ഉണ്ടാക്കിയാണ് പോവുക. രാവിലെ കട തുറക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു ഒളു ഉണ്ടാക്കിയാണ് പോവുക. രാവിലെ ആശുപത്രിക്ക് പോവുകയാണ്, ഒരു ഒളു ഉണ്ടാക്കിയാണ് പോവുക. വയൽ തരാൻ വേണ്ടി പോവുകയാണ്, ഒരു ഒളു ഉണ്ടാക്കിയാണ് പോവുക. മദ്രസയ്ക്ക് പോവുകയാണ്, ഒരു ഒളു ഉണ്ടാക്കിയാണ് പോവുക. ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഒരു ഒളു ഉണ്ടാക്കിയാണ് പോവുക. മൊബൈൽ വിൽക്കാം. ഇതെന്തിനെങ്ങനെ എണ്ണി പറഞ്ഞ അറിയോ? എവിടെങ്കിലും ഒരു തുള്ളി കൊളുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊളുത്തുള്ളൂ. അല്ല നിങ്ങളെ പറ്റി പറഞ്ഞില്ലെങ്കിൽ മുപ്പര് നമ്മളെ പറ്റി അല്ല പറഞ്ഞതെന്ന് തോന്നുന്നു. അതിനാണ് ഇത് എണ്ണണത്. എണ്ണിയാൽ എവിടെങ്കിലും ഒന്ന് കൊളുത്തും. ടാക്സിയാണ് ആള്, ടാക്സി ഓടിയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് ഇറങ്ങുക. ഒരു നിക്കാഹിന് പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക. ഒരു കല്യാണത്തിന് പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക. ഒതു ശീലാക്കുക. ഒതു ശീലമാക്കിയാൽ ഒരു ഗുണമുണ്ട്. അസ്രായിൽ അലൈഹി ഇസ്ലാം വന്നിട്ട് അസ്സലാം അലൈക്കും ഞാൻ അസ്രായിലാണെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളെ. എന്താ നമുക്ക് പറയാം? തന്നെ അസ്രായിൽ ആ സംഗതി പറ്റിച്ചല്ല. എന്ത് ധൈര്യമുള്ളത്? ഒരു ഒതുണ്ടെങ്കിൽ ആ ഒരു ധൈര്യമെങ്കിലും കിട്ടും. അല്ല, ഒതു വലിയൊരു ധൈര്യമാണ്. ഒതു എന്ന് പറഞ്ഞത് വലിയൊരു ധൈര്യമാണ്. ഒരു ഒതു നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒതുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമെങ്കിലും ഉണ്ടാവും. ഒതു ശീലാക്കി നോക്കി നല്ല കാര്യമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വരൂല. അതുകൊണ്ട് എന്ത് കാര്യത്തിന് ഒരുങ്ങുമ്പോഴും ഒരു ഒതുവോടുകൂടെ ചെയ്യുക എന്നൊരു ശീലം കൊണ്ടുവരിക. മൂന്നാമത്തേത് വലത്തേതിന് പ്രാധാന്യം നൽകുക. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾക്ക്: തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. 4 കാര്യങ്ങൾക്ക് വലത്തേത് മാത്രം ശീലാക്കുക. എല്ലാതും വലത്തേതുകൊണ്ടാണ് വേണ്ടത്. പ്രത്യേകിച്ച് 4 കാര്യം: 1 തിന്നുക, 2 കുടിക്കുക, 3 കൊടുക്കുക, 4 വാങ്ങുക. മീൻ കച്ചവടമാണ്. മീൻ തൂക്കിയാണ് കൊടുക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് കൊടുക്കുക. പൈസ വാങ്ങാണ്, വലത്തേതുകൊണ്ട് വാങ്ങുക. ബാക്കി കൊടുക്കുകയാണ്, വലത്തേതുകൊണ്ട് വാങ്ങുക. ബാക്കി വാങ്ങാണ്, വലത്തെ കൈകൊണ്ട് വാങ്ങുക. തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. വലത്തേതിനെ നിർബന്ധമാക്കുക. വലത്തെ കയ്യോ അങ്ങനെ തന്നെ, വലത്തെ കാലോ അങ്ങനെ തന്നെ. ഏതെങ്കിലും ഒരു വഴിക്ക് നമ്മൾ പോവുകയാണ്. ഇടത്തേതിനെ മുന്തിക്കാൻ പറഞ്ഞ സ്ഥലം അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. ഇടത്തേതിനെ മുന്തിക്കേണ്ടത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. അതുകൊണ്ട് 4 കാര്യങ്ങളിൽ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതങ്ങനെ തന്നെ ഞാൻ ചെയ്യലേന്ന്. CCTV ചെക്ക് ചെയ്തിട്ടൊന്ന് സൂം ചെയ്ത് നോക്കണം, അപ്പം മനസ്സിലാവും അങ്ങനെയല്ല ചെയ്യണത്. ഞാനത് വളരെ ഗൗരവത്തോടു കൂടെ പറയാണ്. വലത്തേനെ മുന്തിക്കാന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യലേന്ന്. ശൈത്താൻ വലിയ വലിയ വിഷയം പറഞ്ഞുകൊണ്ടല്ല നമ്മളെ പറ്റിക്കുക, ചെറിയ ചെറിയ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ശൈത്താൻ വലിയ വലിയ ചെറിയ വിഷയങ്ങൾ സ്വീപ്പാക്കിയിട്ട് അങ്ങനെ വലുതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പിശാച്ചിന് വളരെ ദേഷ്യമാണ് ബിസ്മി അല്ലല്ലേ. ശൈത്താന് വളരെയധികം ദേഷ്യമാണ് ഒതുണ്ടാക്കല്. പിശാച്ചിന് വളരെ ദേഷ്യമുള്ളതാണ് വലത്തേതിനെ മുന്തിക്കല്. അതുകൊണ്ട് വളരെ നിസ്സാരപ്പെട്ട കാര്യം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദർജ നൽകുന്ന കാര്യമാണ് ഈ 3 കാര്യം. ഈ 3 കാര്യം ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ അറിയാതെ ഇബാദത്തായി മാറിക്കൊണ്ടിരിക്കും. ടാക്സി ഓടാണ് ഒരാൾ, അല്ലെങ്കിൽ ഡ്രൈവറാണ് ഒരാൾ. ഓൻ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ വിചാരിക്കുക, അക്കാലത്തെ വാഹനമായിരുന്ന കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് വാഹനം ഓടിക്കുന്നത് തീരുമാനിക്കുക. നബിനേറ്റ് എത്ര ബന്ധമുണ്ടോ അതാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ
എന്നെ നിങ്ങൾ പിന്തുടരുക. ഫത്തബിഊനി യുഹ്ബബുക്കുമുല്ലാഹ്. ഇത്തിബായിന്റെ അർത്ഥം വളരെ വിശാലമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നിലേക്ക് കൈകെട്ടി നിന്നിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ പിന്നിക്ക് കൈകെട്ടിയാല്? പിന്നിക്ക് കൈകെട്ടുക എന്ന് പറയുന്നത് അവൻ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാകുന്നു എന്നാണ്. ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ നന്നായി നോക്കാൻ പറ്റിയ സാധനമാണ്. പിന്നിക്ക് കൈകെട്ടിയ ആൾ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നിക്ക് കൈകെട്ടി നിന്നിട്ടില്ല. എന്താ നമുക്ക് ശീലാക്കിയാൽ? നമ്മൾ കെട്ടിയ പിന്നിക്കേ കെട്ടുള്ളൂ, വേണ്ടാത്ത നമ്മൾക്ക് അങ്ങനെ ഉണ്ടാവുക. ഞാൻ അതെന്താ പറയാൻ കാരണം വെച്ചാൽ, ശൈത്താനെ നമ്മളെ ആദ്യം തന്നെ കള്ളുഷാപ്പൊന്നും കൊണ്ടുപോകില്ല. പിശാച് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ഷീപ്പാക്കിയിട്ട് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് അറിയാതെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഏടിൽ അവന് വലിയ ദറജ എഴുതപ്പെടും. അതുകൊണ്ട് ചെറിയ കാര്യത്തിൽ നല്ല സൂക്ഷ്മത വഹിക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും അണപ്പല്ല് കാണുന്ന തരത്തിലോ ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിലോ ചിരിച്ചിട്ടില്ല. ഇന്നമാ കാന യതബസ്സമു വലാ യുറാദി റാസുഹു. അണപ്പല്ല് കാണാത്ത നിലയിൽ പുഞ്ചിരിക്കാറായിരുന്നു നബി തങ്ങളുടെ പതിവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വന്നാൽ എല്ലാവരും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ഥലത്താണ് ഇരിക്കാറുണ്ടായിരുന്നത്. നമ്മൾ വെള്ളിയാഴ്ച ജുമഅക്ക് എന്നാൽ വരെ വാതിലിന്റെ മുക്കിലിരിക്കുള്ളൂ. നബി തങ്ങൾ ഒരു സദസ്സിൽ വന്നാൽ ആര് നോക്കിയാലും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ഥലത്തായിരുന്നു ഇരിക്കൽ പതിവുണ്ടായിരുന്നത്. എന്താ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക്? എന്താ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനവുമായി വാക്കുകളുമായി നമ്മൾ എത്ര കണ്ട് യോജിച്ചു വരുന്നു, അതാണ് ഒരു മനുഷ്യൻ ആബിദാവുക എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിലൊക്കെ വലിയ സൂക്ഷ്മതയെ പാലിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് അങ്ങനെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കണം. ഞാൻ പറയുന്ന ആശയം 3 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ആബിദീങ്ങളായി മാറുമെന്നതാണ്. ഒന്ന് ബിസ്മിദായിമാക്കുക. ഞാൻ പറഞ്ഞു ബിസ്മിദായിമാക്കുക. അത് വലിയൊരു തവക്കുലിന്റെ ദിക്റാണെന്നാണ്. ഏതൊരു കാര്യവും വിജയിക്കുക അള്ളാഹുവിൽ ഏൽപ്പിച്ചാലാണ്. യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. ഏതൊരു കാര്യം വിജയിക്കുക അള്ളാഹുവിനെ ഏൽപ്പിച്ചാലാണ്. ബിസ്മി എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ്. ഒരു വഴിക്ക് പോവുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പടച്ചോനെ അന്നെ ഏൽപ്പിച്ചു എന്നാണ്. അള്ളാഹു ഏൽപ്പിക്കാൻ പറ്റുന്നവനാണ്, ഏറ്റെടുക്കാൻ യോഗ്യതയുള്ളവനാണ്. അവൻ ഏറ്റെടുത്താൽ അത് കൈകാര്യം ചെയ്യുന്നവനാണ്. പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. ഇതെന്താ വിഷയം? ഏൽപ്പിക്കണില്ല എന്നുള്ളതാണ് വിഷയം. ഏൽപ്പിച്ചു എന്ന അവകാശവാദം നമുക്ക് ഉണ്ടാവും, പക്ഷെ ഏൽപ്പിക്കലില്ല. നമ്മളെ മക്കളെന്ന് നമ്മൾ അള്ളാഹു തആലക്ക് ഏൽപ്പിച്ചിട്ടില്ല. നമ്മളിങ്ങനെ വിചാരിക്കും, എന്തൊക്കെ ആയാലും ഇപ്പൊ ഈ ജോലി ഉള്ളതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്, എൻ്റെ കുട്ടികൾക്ക് അരി വാങ്ങണേ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേന്ന്. നമ്മളെ അരി തന്നെ നമ്മൾ അധ്വാനിച്ചിട്ടല്ല. ഇന്നിപ്പോ ഉച്ചക്ക് നാടൻ ചോറ് വേണമെന്ന് കരുതിയിട്ട് കിട്ടിയത് മട്ടൻ മന്തിയാണ്. അധ്വാനിച്ചിട്ടാ അത് അല്ലല്ലോ. തൗഫീഖാണ് ഈ പറയപ്പെട്ട സാധനം. അല്ലാതെ അത് നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് തോന്നലാണ് ഞാൻ അധ്വാനിച്ചിട്ടാ ഭക്ഷണം കഴിക്കണത് എന്നല്ല. തൗഫീഖ് ഇല്ലെങ്കിൽ അരിക്കച്ചവടം ഉണ്ടായിട്ടും കാര്യമില്ല, ചങ്ക് കൂടെ കീപ്പട്ടാണ്ട് പോവില്ല. തൗഫീഖ് ഉണ്ടെങ്കിൽ ലോകത്തെ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട. അതുകൊണ്ട് തവക്കുലുണ്ട് എന്നുള്ള അവകാശവാദം കൊണ്ട് കാര്യമില്ല, അതാണ്ട് ഉണ്ടാവണം. പള്ളിക്കൊന്ന് നിസ്കരിക്കാൻ വിളിക്കുകയാണ്, ഹയ്യാല സ്വലാ, നിസ്കരിക്കാൻ വരി. ശരിക്കും എന്താ പറയേണ്ടത്? ഇതാ വരുന്നോ, അതിനെന്നെ ഞാൻ കന്നൂട്ടി നിർത്തിയിട്ട് പാടത്തുനിന്ന് കയറിയത് എന്നാണ് പറയേണ്ടത്. പക്ഷെ പറയാൻ വേണ്ടി പറഞ്ഞാൽ എന്താ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല എന്ന് പറയാനാ പറഞ്ഞത്. ഇതിന്റെ പേരാണ് തവക്കുൽ എന്ന് പറഞ്ഞത്. തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയാവുന്നുണ്ട്. ബിസ്മി തവക്കുലിനെ ഉണ്ടാക്കും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മി അല്ലാൽ തവക്കുലിന്റെ ദിക്റാണ് യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റ്. ചുരുക്കിയിട്ടും ചെല്ലാം, നീട്ടിയിട്ടും ചെല്ലാം. നീട്ടി ചെല്ലിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവൻ ചെല്ലണം.
ചുരുക്കി ചൊല്ലാം എന്നാണ് ഹദീസ് എന്ന് മനസ്സിലാവുന്നത്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. ആ ഹദീസിൽ ചുരുക്കിയിട്ടാണ് ചൊല്ലിയിട്ടുള്ളത്, ബിസ്മില്ലാ എന്നേ ചൊല്ലിയിട്ടുള്ളൂ. അതുകൊണ്ട് ചുരുക്കി ചൊല്ലാം എന്നാണ് ഈ ഹദീസ് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ നീട്ടി ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ബിസ്മില്ലാ എന്ന് ചുരുക്കിയിട്ടെങ്കിലും ചൊല്ലണം. എന്ത് കാര്യത്തിനും ബിസ്മി ചൊല്ലുന്ന ഒരു ശീലത്തെ ഉണ്ടാക്കിയാൽ ഏത് കാര്യവും തവക്കുലിന്റെ പരിധിയിൽ വരും. അപ്പോൾ നമുക്ക് ആ കാര്യം ഇബാദത്തായി മാറ്റാൻ വേണ്ടി പറ്റും. രണ്ടാമത് ഞാൻ പറഞ്ഞത് വലത്തേതിനെ മുന്തിക്കുക എന്നതാണ്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഉളു ദായിമാക്കുക എന്നതാണ്. വേണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളത്. മൂത്രയിക്കാൻ പോയാൽ നമ്മൾ ഏതായാലും കാലും ഒരു കോപ്പ വെള്ളം പാരും, മുഖം എന്തായാലും ഒന്ന് കഴുകും, കൈ മുൻകൈ വരെ കഴുകും. ഇനിയിപ്പോൾ എത്ര ആവശ്യമുള്ളൂ? മുൻകൈ വരെ കഴുകിയത് മുട്ടുവരാക്കണം, തലമ്മ ഒന്നിങ്ങനെ വെള്ളം കൊണ്ട് തോണ്ടണം, നീയത്തും വേണം. ഇത്ര എളുപ്പം ഒതുവിന് ആവശ്യമുള്ളത്. 10 റുപ്യൻ്റെ ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ 2 ഒതു ഉണ്ടാക്കാനുള്ള വെള്ളം കിട്ടും. 5 റുപ്യ കൊണ്ട് ഒതുവോടുകൂടെ മരിക്കാൻ കഴിയുമെങ്കിൽ അതന്നെയല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒതു ദായിമാക്കുന്നവൻ ഒതുവോടുകൂടെ ആയിരിക്കും മരിക്കുക. ഉറങ്ങുന്നവന്റെ ഒതു ഉറക്കത്തിൽ ഉണരുകയില്ല, ഉറക്കത്തിൽ മുറിയുകയില്ല എന്നാണ്, ഉണർച്ചയിലാണ് മുറിയുന്നത് എന്നാണ്. ഒരാൾ ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കി, ഉറങ്ങി, ഓന്റെ ഒതു എപ്പോഴാ മുറിയ? ഉറക്കത്തിൽ ഒതു മുറിയില്ല, ഉണരുമ്പോഴാണ് മുറിയുന്നത്. അപ്പോൾ അവൻ വേറെ ഒതുണ്ടാക്കിയാൽ മതി, ഉറക്കത്തിൽ ഒതു മുറിയുകയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുത്തു, പിന്നെ മൂത്രം പോന്നാൽ രണ്ടാമത് ഒതുണ്ടാക്കി കൊടുക്കണ്ട. എന്താ കാരണം? മയ്യത്തിന്റെ ഒതു മുറിയില്ല, കാരണം അവൻ ഉണരുന്നില്ല എന്നുള്ളതാണ് കാരണം. ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിലെല്ലാം മുറിയുന്നത് ഉണർച്ചയിലാണ്. ഒരാളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉറങ്ങിയാൽ ഉറക്കത്തിനും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിക്കുന്നത് അവൻ ഉണരുമ്പോഴാണ്. ഈ ഉറക്കത്തിൽ അവൻ മരിച്ചാൽ അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിൽ മുറിയില്ല. ഉറങ്ങുന്നവന്റെ ഫിലിമും ഉറക്കത്തിൽ മുറിയില്ല കേട്ടോ. അല്ല, ദിക്ർ മാത്രല്ല, ഉറങ്ങണവന്റെ ചാറ്റിങ്ങും ഉറക്കത്തിൽ മുറിയില്ല. അത് ഉറക്കത്തിൽ അതന്നെ ഇക്കാരം. അവിടെ നല്ലോണം സൂക്ഷിക്കണം. ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിൽ മുറിയില്ല, ഉറങ്ങുന്നവന്റെ ഒതു ഉറക്കത്തിൽ മുറിയില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ഉണരുമ്പോൾ മുറിയും. ഉണർന്നിട്ടില്ലയോ ദിക്റും മുറിയില്ല, ഒതു മുറിയില്ല. അപ്പോൾ ഒരാൾ ഒതു ഉണ്ടാക്കി ഉറങ്ങി ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അവൻ ഒതുവോടുകൂടെ മരണപ്പെട്ടു. ഒരാൾ ഒതു ഉണ്ടാക്കി, ഒരാൾ ദിക്ർ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉറങ്ങി ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അവൻ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചു. അതുകൊണ്ട് ഒതു ദായിമാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒതുവോടുകൂടെ മരിക്കാൻ പറ്റും എന്നതാണ്. അതുകൊണ്ട് എപ്പോൾ മൂത്രമൊഴിക്കുന്നുവോ, എപ്പോൾ ഒതു മുറിയുന്നുവോ അപ്പോൾ ഒതുണ്ടാക്കുക എന്നൊരു ശീലം കൊണ്ടുവരണം. വളരെ വിശാലമായി പറയണം. വെറും ഒരു ടാക്സി ഓടിക്കുന്നിടത്തേക്കോ ഒരു വയല് പറഞ്ഞിടത്തേക്കോ മാത്രം ബാധകമാക്കരുത്. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ്, ഒന്ന് മൂത്രമൊഴിച്ചെന്നാ പോണത്, എന്നാലും ഒരു ഒതും കൂടി ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ പോയിട്ട് തീ പിടിപ്പിക്കുക. ഭക്ഷണം പാചകം ചെയ്യാൻ ഒരുങ്ങാണ്. ഒരാൾ ഹോട്ടലിൽ ജോലിയാണ്, കിച്ചണിലേക്ക് കയറുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് കയറുക. ഒരാൾ മൈക്കക്കാരനാണ്, അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങാണ്, ഒരു ഒതുണ്ടാക്കിയാണ് ചെയ്യുക. ഇങ്ങനെ എണ്ണീറ്റ് അവനാൻ്റെ ജീവിതം അതായിട്ടാണ് കണക്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ആബിദായി മാറും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം എത്രയാണോ ബന്ധപ്പെട്ടു വരുന്നത്, അതാണ് ഒരു കാര്യം ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖൽബ് കൊണ്ട് ബന്ധപ്പെടുത്തുക. അല്ലാതെ അതിന് വേണ്ടിയിട്ട് വേറെ പ്രത്യേക കാര്യങ്ങൾ ചെയ്യലല്ല. അമ്പിയാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ പറ്റും, എല്ലാ അമ്പിയാക്കളുമായിട്ടും ബന്ധപ്പെടുത്താൻ പറ്റും. ലോകത്തെ 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അതിൽ 1,24,000 അമ്പിയാക്കളും തൊഴിൽ ചെയ്ത് ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് എല്ലാ തൊഴിലിനെയും അമ്പിയാക്കളിലേക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഹദിയയായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹദിയയെ നബി തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്ര കണ്ട് ബന്ധപ്പെടുന്നു അത് ഇബാദത്തായി. ഒരിക്കലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ വന്നു. ഒരു ഉച്ച സമയമായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. വാതിലിന് മുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരുന്ന സമയം വരെ
വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി മുറ്റത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ താഴ്ഭാഗത്തേക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, വാതിൽ തുറന്നു. നബി തങ്ങൾ അകത്ത് കയറി സംസാരിച്ചു. സംസാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അടുക്കളയിൽ പോയി ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൊണ്ടുവന്ന് ആ മരത്തിന്റെ താഴെ ഒഴിച്ചു. പിന്നെ എല്ലാ ദിവസവും ആ മരത്തിന്റെ താഴെ വെള്ളം പോരും. ഒരു ദിവസം സഹാബത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയ അബ്ദുല്ലാ, ഈ മുറ്റത്ത് ധാരാളം മരങ്ങൾ നിൽക്കുന്നുണ്ട്, അതിൽ ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് മാത്രം നിങ്ങൾ വെള്ളമൊഴിച്ചതിന്റെ കാരണം എന്താണ്? അപ്പോൾ പറഞ്ഞു, ആ മരത്തിന്റെ താഴെ ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കൽ നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയപ്പോൾ ഇബാദത്തായി മാറി. ഇങ്ങനെ എന്ത് കാര്യവും മുസ്തഫായ നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാൽ ഇബാദത്താവും. പെണ്ണെട്ടാണ് നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഞാൻ പെണ്ണെട്ടുന്നത് എന്ന് നിയ്യത്ത് ചെയ്താൽ പെണ്ണെട്ടുന്നതും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഈ തരത്തിൽ ഇബാദത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അപ്പോൾ ആ മനുഷ്യൻ ആബിദായി മാറും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധം ഒരാൾക്കുണ്ടെങ്കിൽ ഈമാന്റെ മാധുര്യത്തെ, ഈമാന്റെ രസത്തെ അവൻ അനുഭവിക്കുകയും ചെയ്യും. വജദ ഹലാവത്തുൽ ഈമാൻ, ഈമാന്റെ മാധുര്യം കിട്ടുക. മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹും അവന്റെ റസൂലും അവനെ അഹബ്ബ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ്. ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതും ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതും രണ്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുക, അപ്പോൾ ആ മനുഷ്യൻ വലിയ ആബിദായി മാറുന്നതിനെ കാണാൻ പറ്റും. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തയ്യാറാക്കിയിട്ടുള്ളത് അവന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗം ഇഷ്ടപ്പെട്ടവർക്കുള്ളതാണ്. അതുകൊണ്ട് ഇഷ്ടം സമ്പാദിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ അങ്ങോട്ട് എത്രയാണോ ഇഷ്ടം അത്രയാണ് ഇങ്ങോട്ട് ഇഷ്ടം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ് ഇങ്ങോട്ട് ഇഷ്ടം എന്നാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, എൻ്റെ അടിമ എന്നിലേക്ക് ഒരു ചാൺ അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. എൻ്റെ അടിമ എന്നിലേക്ക് ഒരു മുഴം അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാർ അടുക്കും. എൻ്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് അള്ളാഹുവിലേക്ക് നമ്മൾ അങ്ങോട്ടടുക്കുന്നതിൽ കൂടുതലായി അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങോട്ടടുക്കുമെന്നാണ്. കുറച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ കൂടുതൽ അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങോട്ടടുക്കും. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം തുടങ്ങി എല്ലാ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട അടിസ്ഥാനത്തെ നമ്മൾ പരിശോധിച്ചാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യക്കുറവാണ് അതിലെല്ലാം ഉള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവൻ ഇഷ്ടപ്പെടുന്ന സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാണ്.